ഇതാണ് പുത്തലത്ത് തറവാട്. ഈ നാട്ടിലെ ഒരു പേര് കേട്ട തറവാടാണ്. നമുക്കിവിടെയുള്ള ഓരോ അംഗങ്ങളെ പരിചയപ്പെടാം. ഇത് സെയ്ദ് അലി, ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും വല്ലിക്കാക്ക. മാതാപിതാക്കളുടെ വേർപാടിന് ശേഷം ഈ വീടിനെ താങ്ങി നിർത്തുന്നത് നമ്മുടെ ഈ വല്ലിക്കാക്കയാണ്. ഇത് അദ്ദേഹത്തിന്റെ കെട്ടിയോള ഫാത്തിമ സെയ്ദ്. ഈ വീട്ടിലുള്ളവരുടെ വല്ലിത്താത്തയാണ് നമ്മുടെ പാത്തു. ഈ വീട്ടിലും മറ്റുള്ളവർ ഇവരെ കാണുന്നത് അവരുടെ ഉപ്പാനെയും ഉമ്മാനെയും പോലെയാണ്. അത്രയ്ക്കും സ്നേഹവും ബഹുമാനമാണ് ഇവരോട്. ഇവർക്കും അവരൊക്കെ തന്നെ സ്വന്തം കുട്ടികളെ പോലെ അത്രയും സ്നേഹത്തിലാണ് ഇവരിവിടെ കഴിയുന്നത്. ഇനി വല്ലിക്കാക്കൻ്റെ കുഞ്ഞനിയന്മാരെ പരിചയപ്പെട്ടാലോ? അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ അഫ്സലിനെ പരിചയപ്പെടാം. അഫ്സലിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ പാവ, പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും. നമ്മുടെ അഫ്സലിന്റെ ജോലി എന്ന് പറയുന്നത് വല്ലിക്കാക്കൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും വളരെ പക്വതയോടെ തീരുമാനിക്കുകയും അതിന് അഭിപ്രായം പറയുന്ന ആളാണ് നമ്മുടെ അഫ്സൽ. പുള്ളിക്ക് മൂക്കിന്റെ തുമ്പിലെ ദേഷ്യം. ഇതാണ് നമ്മുടെ അഫ്സലിന്റെ കെട്ടിയോള് ആമിന താത്ത. നമ്മുടെ ആമിന പണ്ട് മ്യൂസിക് തലക്ക് പിടിച്ച് നടന്നു. കല്യാണം കഴിഞ്ഞതോടെ അതൊക്കെ മാറി ഇപ്പൊ അഫ്സലിനെ നോക്കി വീട്ടിൽ തന്നെ കുത്തിയിരിപ്പ്. ഇനി അടുത്ത ആളാണ് ഫൈസി. ഫൈസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വീട്ടിലെ ചോക്ലേറ്റ് ബോയ്. പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇനി ഇക്കാക്കമാരുടെ കൂടെ ചേർന്ന് ബിസിനസ് നോക്കണം, അതാണ് പുള്ളിയുടെ മനസ്സിൽ. കല്യാണം നോക്കുന്നുണ്ട്, ഏതാണ്ടൊന്ന് സെറ്റായിട്ടിരിക്കുക. ഫൈസിക്കും കുടുംബം കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളൂ. ഇനിയാണ് ഈ വീട്ടിലെ മെയിൻ ആള്. ഈ ഇക്കാക്കമാരുടെ കുഞ്ഞനിധി നമുക്ക് കാണണ്ടേ, ആയിര സൈന. ഇവരുടെയൊക്കെ സൈനു. ഇതാണ് നമ്മുടെ സൈനു. ഈ വീട്ടിലെ കിളിക്കാൻ പറ്റിയാണ് ആള്. ഇവരുടെ ഉപ്പയും ഉമ്മയും ഒരു കാർ ആക്സിഡന്റിൽ പോയി. അന്ന് തൊട്ട് ഈ കുഞ്ഞിനത്തെ ഇവര് പൊന്നുപോലെ നോക്കുന്ന ആങ്ങളമാരുടെ ജീവനാണ് ഈ കുഞ്ഞിപ്പെണ്ണ്. വലിയ ദേശക്കാരായ ഈ 3 ആങ്ങളമാരും മുട്ടുകുത്തുന്നത് ഈ പെങ്ങളുടെ മുന്നിലും മാത്രമാണ്. സൈനു പറഞ്ഞതിന് അപ്പുറം ഇക്കാക്കമാർക്ക് ഒരു കാര്യവും ഇല്ല. മാത്രമല്ല സൈനുവിനെ സ്വന്തം മോളെ പോലെയാ ഇവര് നോക്കുന്നത്. സൈനുവിന് ഒരിക്കൽ പോലും ഉപ്പായും ഉമ്മായിലത്തെ വിഷമം ഇവരെ അറിയിച്ചിട്ടില്ല. അത്രയും സ്നേഹമുണ്ട് ഇവർക്ക്. സൈനിൽ നിന്ന് കോളേജിൽ പോണ്ടേ? ഇതുവരെയായിട്ടും എണീറ്റില്ലല്ലോ. സുബൈക്ക് എന്റെ നിസ്കരിച്ചിട്ട് കിടന്നതാ, ഇതുവരെയായിട്ടും എണീറ്റില്ല. അവള് കിടക്കട്ടെ, സുബൈക്ക് എണീറ്റല്ലോ, അത് മതി. ഇനിയിപ്പോ കുറച്ച് ലേറ്റ് ആയിട്ട് കോളേജിൽ പോലും കുഴപ്പമൊന്നുമില്ല. ഭല്ലിക്കാക്കാക്ക് ഈയിടെ ഭയങ്കര സ്നേഹം. അവള് പഠിത്തത്തില് ഉഴപ്പിയ എന്റെ കയ്യിൽ നിന്ന് കൊള്ളും. കിടന്നുറങ്ങുന്നുണ്ടല്ലേ പോത്ത് പോലെ. ഡി സൈനു, എണീക്കടി. കോളേജിൽ പോകേണ്ടത് നിനക്ക്. നിന്നെ കൊണ്ടാക്കിയിട്ട് എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ആദ്യം ഈ പാട്ട് പെട്ടി ഓഫ് ചെയ്യണം. രാവിലെ തുടങ്ങും ഇതും കുത്തിപ്പിടിച്ചോണ്ട്. എന്റെ ഫൈസി, ഞാൻ ഉറങ്ങിയിട്ടില്ല. പാട്ടായിട്ട് വെറുതെ കിടക്കുക. ഞാൻ ടൈം ആകുമ്പോൾ എണീറ്റ് റെഡി ആയിക്കോളാം. ഈ പൊക്കോ. ഞാൻ ഈ പാട്ടങ്ങ് ഓഫ് ചെയ്യുക. അല്ല പിന്നെ എണീക്കത്തുമില്ല. സൈനു, എന്നെ കോളേജിൽ വിട്ടിട്ട് വേണം എനിക്ക് കാക്കാനോട് കമ്പനി പോവാൻ. പെട്ടെന്ന് റെഡിയായി താഴത്തേക്ക് വാ. എന്റെ പാത്തു, ഇന്നും പത്തിരിയും ചിക്കനും ആണോ? വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇത് കഷ്ടമായത്. ശരി, ഇനി ഇത് വെച്ചില്ലെങ്കിൽ ഇതില്ലേ പാത്തു എന്ന് നടന്ന കാര്യം. ഇനിയിപ്പോൾ ഇതുണ്ടാക്കിയ ഇതാണോ എന്ന് ചോദിക്കും. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? ശരിക്കും നിന്റെ പ്രശ്നം എന്താ? ആക്ച്വലി ഇവിടെ അമ്മായിയമ്മ പോരെടുക്കാൻ ആരും ഇല്ലല്ലോ. പിന്നെ നാത്തും പോരെങ്കിലും വേണ്ടേ? അല്ലേ കാക്ക? ഇതൊക്കെ എനിക്കല്ലേ ചോദിക്കാൻ പറ്റൂ. വേറെ ആരാ ഇവിടെ ഉള്ളത്? നാത്തോപോലൊക്കെ എടുക്കാം. ആദ്യം നീ ഇവിടെ വന്നിരിക്കും. പള്ള നിറച്ച് വല്ലതും കഴിക്കാൻ നോക്കൂ പെണ്ണെ. സൈനു, നിന്റെ കോളേജിൽ ഈയിടെയായിട്ട് വല്ലാണ്ട് സ്ട്രൈക്കൊക്കെ വരുന്നുണ്ടല്ലോ. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ കാക്ക, എനിക്കൊരു കുഴപ്പമില്ല. അതൊക്കെ കോളേജിൽ ഓരോ നോക്കിക്കോളും. നിങ്ങളിങ്ങനെ എല്ലാ കാര്യത്തിലും ടെൻഷൻ അടിച്ച് കുഞ്ഞിലെ തന്നെ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങി. എന്താ ഇതിപ്പോ? നിന്റെ കാക്കനോട് കൂടി
എൻ്റെ മുടി നനയ്ക്കാൻ തുടങ്ങി. കുഞ്ഞു പ്രായമാണെങ്കിലും ആരെങ്കിലും പറയോ? അതങ്ങനെയാ, ഈ മനുഷ്യനോട് ടെൻഷൻ അടിച്ച് ജീവിക്കല്ലേ. എന്നാൽ നീ വേറെ പുതിയ ആപ്പിളെ കെട്ടിപ്പൊക്കോ, നല്ല സന്തോഷമായിട്ട് ജീവിക്ക്. ഞാൻ രക്ഷപ്പെടുമല്ലോ, കുറച്ച് സമാധാനം കിട്ടും. അഫ്സലിക്കാക്ക, അല്ല സൈനു, ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വെറുതെ പറഞ്ഞതാ. ഇങ്ങനത്തെ തമാശ ഒന്നും ഇവിടെ അടിക്കണ്ട. എനിക്കതൊന്നും ഇഷ്ടമല്ല, മനസ്സിലായോ? സൈനു, അവരെ വാ നോക്കിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും എടുത്ത് കഴിക്ക്. ഞാനിപ്പോൾ ഇറങ്ങും, നോക്കോ. നിന്നെ വിട്ടിട്ട് വേണം എനിക്ക് പോവാൻ. ഫൈസി, അവള് ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ കൊണ്ട് വിട്ടേക്കാം. ആദ്യം സമാധാനമായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. ഇനിയിപ്പോൾ ലേറ്റായ കോളേജിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം ഇവള് കുറച്ച് ലേറ്റ് ആവുമെന്ന്. വേണ്ട വേണ്ട, ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇനി ആരും കോളേജിലേക്കൊന്നും വിളിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ എനിക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് കളിയാക്കുമോ പിള്ളേരൊക്കെ. ഫൈസി, നമുക്കിറങ്ങാം. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഈവനിങ് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഫൈസി, നോക്കിക്കൊണ്ടുപോകണേടാ. ഇനിയിപ്പോൾ കുറച്ചു നേരം വീട് ഉറങ്ങിക്കിടക്കും. വീടുറങ്ങട്ടെ. അവളൊരു ലിസ്റ്റ് തന്നിട്ടാ പോയിരിക്കുന്നത്. ഈവനിങ് സ്നാക്സ് എന്നും പറഞ്ഞ് നമുക്ക് അതിനുള്ള പണിയുണ്ട്. ഈവനിങ് സ്നാക്സോ? എന്നിട്ട് ഇതുവല്ലോ അവള് കഴിക്കോ? ആർക്കറിയാം. നാത്തൂനല്ലേ, നാത്തൂൻ പോര് വേണ്ടേ, അതുകൊണ്ടാ. വാ, എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം. എത്ര വർഷമായിട്ട് കാണുന്നതാ. ഉണ്ടാക്കി അവളെ ഇക്കാക്കാൻ വരെ തീറ്റിപ്പിച്ചിട്ട് അവള് പോയി കിടക്കും. അഫ്സലെ, നാളെ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യുന്നതിനെ പറ്റി എല്ലാം നീ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇന്നുകൂടി ഈ വീട്ടില് എല്ലാവരുമായിട്ടുള്ള നിസ്കാരമുള്ളൂ. നാളെ മുതൽ പള്ളിയിലായിരിക്കും. ഇക്കാക്ക, ഇത്രയും നാളും ഈ വീട്ടിലായിരുന്നു ഈ ഗ്രാമത്തിലെ എല്ലാ മുസ്ലിംസും ഇമാമോടെയോട് നിസ്കരിച്ചത്. ഇനി അത് പള്ളിയിലോട്ട് മാറാൻ പോവല്ലേ? പള്ളി അത് നമ്മുടെ സ്വപ്നമായിരുന്നില്ലേ? അത് നാളെ തൊട്ട് നടക്കാൻ പോവുക. നമ്മുടെ നാട്ടിലും ഒരു പള്ളി വന്നില്ലേ? അൽഹംദുലില്ലാ, എല്ലാം നന്നായിട്ട് നടക്കും. സരി ഗരി ഗ പഗ പദ പദ സരി ഗരി സദ സദ പഗരി ഗരി സദ സ സദാ പാലയ സാര സാക്ഷി സദാ പാലയ സാര സാക്ഷി സമാന രഹിത സമാനരഹിത മോഹനാഗി സദാ പാലയ സാര കഴുത പൂത്ത് പോലെ കിടന്നുറങ്ങുന്നുണ്ടല്ലേ. ഇതുവരെയായിട്ടും എണീക്കണമെന്നുണ്ടോ ഇവന്? കുഞ്ഞു കുട്ടീന്ന വിചാരം. ഇപ്പോഴും അമ്മ വന്ന് തട്ടണം എങ്കിലും എണീക്കൂ. സഞ്ജു, എഴുന്നേക്ക്, കോളേജിൽ പോണ്ടേ. സഞ്ജു, സഞ്ജു എഴുന്നേക്ക്. ലാസ്റ്റ് ഇയർ ആയടാ ചെക്ക. ഇനിയും ഈ മടി തീരാറായില്ലേ? എഴുന്നേക്കടാ. എന്തിനാമ്മ ഇത്ര നേരത്തെ? എനിക്ക് ഉറക്കം വരുന്നു. നേരത്തെയോ? നീ ടൈം ഒന്ന് നോക്കിയേ. കോളേജിൽ പോണ്ടേ? അവസാനം ആയില്ലേ? ഇനിയെങ്കിലും ഈ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചൂടെ നിനക്ക്? ശരി ശരി, രാവിലെ തന്നെ ലെക്ചർ തുടങ്ങല്ലേ. കോളേജിൽ പോലും ഇത് തന്നെ അവസ്ഥ. ഞാൻ ഇപ്പോൾ റെഡി ആയിട്ട് വരാം. അമ്മ പൊക്കോ. ശരി ശരി, ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് കഴിക്കും. ഇനിയും കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ തിളച്ച വെള്ളം കോരി ഒഴിക്കും ഞാൻ. എന്താ ഭാര്യയെ, സഞ്ജു ഇതുവരെ എണീറ്റില്ലേ? ഇവൻ എന്നും ഇതാണല്ലോ ഇപ്പോ. ഹേയ്, എണീപ്പിച്ച് വിട്ടിട്ടുണ്ട്. അല്ല ചേട്ടൻ മരുന്ന് കഴിച്ചോ? ഇരിക്കെ, ഞാൻ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചിട്ട് സംസാരിക്കാം. മണിയേട്ടരെ, ഈ ചെക്കൻ ഇതുവരെ റെഡി ആയില്ലേ? മേഘം പേരണ്ട് കൊണ്ട് മുന്നിൽ ഇറങ്ങി വന്ന് മാർവിൽ ഒളിந்து കൊള്ള വാ മാർവിൽ ഒളിந்து കൊണ്ട എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. കോളേജിൽ ഇപ്പം ടൈമായി. ആ ബോധം ഇപ്പോഴെങ്കിലും വന്നല്ലോ, നന്നായി. ചെല്ല് ചെല്ല്. പിതാജി, മാതാജി, എന്നാൽ നോം അങ്ങോട്ട് പോവുകയാണ്. ഈവനിങ് കാണാം. ശരി, ചെല്ല്. നോക്കി പോണേടാ. സഞ്ജു, ഈവനിങ് നേരത്തെ വരണം. അമ്പലത്തിൽ ഉത്സവം തുടങ്ങാറായി. നീ അവിടെ ഉണ്ടാവണം കേട്ടല്ലോ. അത് പിന്നെ പറയണോ വെച്ചാ, ഞാൻ കറക്റ്റ് ടൈമിൽ അവിടെ ഉണ്ടാവും. സൈനു, അഫ്സലിക്ക പറഞ്ഞത് കളിയാക്കി എടുക്കണ്ട. കോളേജിൽ ഈയിടെയായിട്ട് നന്നായിട്ട് സ്ട്രൈക്കും ബഹളമൊക്കെ ഒന്ന് ഞാനും കേട്ടു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. എൻ്റെ പൊന്നു ഫൈസി, നീ തുടങ്ങിയോ അഫ്സലിക്കാക്കനെ പോലെ? എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനി ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം. നിന്നെപ്പറ്റി എനിക്ക് ടെൻഷനൊന്നുമില്ല. നിന്നെ ഒരടി അടിച്ചാൽ നീ 10 തിരിച്ചു കൊടുക്കും, അതെനിക്കറിയാലോ. എന്നാലും അടിക്കൊന്നും പോവണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൈസയെ വിളിച്ചോ, ഞാൻ വന്ന് എല്ലാം ശരിയാക്കിക്കോളാം. ശരി, വണ്ടിയിൽ നിന്ന് വേഗം ഇറങ്ങിപ്പോ. എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട്. ഞാൻ ദാ ഇറങ്ങി.
ഫൈസി തിരക്കാണെന്ന് പറഞ്ഞ് സ്പീഡിൽ ഓടിക്കല്ലേ വണ്ടി. ഇല്ല എൻ്റെ പൊന്നെ, നീ ഒന്ന് ഇറങ്ങി കോളേജിൽ പോ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആഹാ, രാവിലെ തന്നെ വന്ന് നിൽപ്പുണ്ടല്ലോ. ആ വന്നു ആങ്ങളെ പെങ്ങളും. എത്ര നേരമായിട്ട് ഞാനിവിടെ കാത്തു നിൽക്കുക. പടച്ചോനോർത്ത് നേരത്തെ ഇറങ്ങിക്കൂടെ ഈ കുരുപ്പിന്. ഫൈസി ഇതേ നോക്കടാ, ഷാലു നേരത്തെ വന്ന് നിൽപ്പുണ്ട്. ഒന്നിറങ്ങി സംസാരിച്ചിട്ട് പോടാ, അവൾക്കൊന്ന് സന്തോഷമാവട്ടെ. സൈനു, നീ നിൻ്റെ കാര്യം നോക്കി പോയേ. ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. കല്യാണം കഴിഞ്ഞാൽ മാത്രമേ ഞാൻ സംസാരിക്കൂ. അതുവരെ അത് അന്യ പെണ്ണ. പിന്നെ നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഇതൊക്കെ ഉള്ളൂ. ആ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഈ ഓളെ കെട്ടി നോക്കിക്കോ. ഞാൻ കെട്ടൂല, നീയും കെട്ടണ്ട, അവിടെ കിടന്നോ. എൻ്റെ പൊന്നു ഷാലു, ഇവിടെ നിന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അവനിറങ്ങി സംസാരിക്കാനൊന്നും വരില്ല. ആ അതിപ്പോൾ നീ പറയേണ്ട സൈനു, ഇതൊക്കെ എനിക്കൊരു ശീലമായി. ഇനി അവൻ വന്ന് സംസാരിക്കാൻ പോകണില്ലെന്ന് പറയാം. നീ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ. എൻ്റെ മാവും പൂക്കും. ഞാൻ കല്യാണം കഴിച്ച് നിൻ്റെ മാവ് പൂത്തത് തന്നെ. ആ എന്ത് വർത്താനം ഈ പറയുന്ന? ഈ കെട്ടിപ്പോയാൽ ഓൻ എന്നെ മൈൻഡെങ്കിലും ആക്കുള്ളൂ. നമുക്ക് സെറ്റാക്കാന്നേ. പെമ്പിള്ളേർത്താണോടാ നിൻ്റെയൊക്കെ കളി? ധൈര്യം ഉണ്ടെങ്കിൽ ആമ്പിള്ളേരോട് കളിക്കട, നോക്കട്ടെ. സഞ്ജു മതി, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വാ പോവാം. നിർത്തിയട, രണ്ടെണ്ണം കൂടെ കൊടുത്തിട്ട് ഞാൻ എന്താ വരുന്നു. ഷാലു നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവും. ഇതൊക്കെ നോക്കി നിൽക്കാം, ഭ്രാന്തല്ലേ. എന്നാലും ആ സഞ്ജു ചേട്ടൻ ആളൊരു പുലിയായില്ലേ. എന്നെ അടിയാ അടിക്കുന്നത്. അല്ലെങ്കിലും അവന്മാർക്ക് രണ്ട് കൊള്ളേണ്ടത് തന്നെയാണ്. നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളെ ഇങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഇവന്മാരെയൊക്കെ അങ്ങ് വലുതാക്കി വിടുന്നത്. എന്നിട്ട് എന്താവാൻ, ഈ കോളേജിൽ ഗുണ്ടയാവാനാണോ? നീ എന്തറിഞ്ഞിട്ടാ സൈനു സംസാരിക്കുന്നത്? സഞ്ജു ചേട്ടൻ വെറുതെ അല്ലേ അവരെ അടിച്ചത്. ഇന്നലെ എല്ലാവരുടെ മുമ്പിലും വെച്ച് ക്യാൻറ്റീന്ന് ഒരു പെണ്ണിനെ കയറി പിടിച്ചു ആ ചക്കൻ. അതുകൊണ്ടാ. ഓളെ വീട്ടിലാരുമില്ല ഇതൊക്കെ ചോദിക്കാൻ. ഇയാൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇയാളെന്താ ഇവിടുത്തെ ലോക്കൽ ഗുണ്ടയോ? അടിക്കുന്ന അടി കണ്ടില്ലേ, എനിക്കങ്ങ് ദേഷ്യം വന്നു. അതൊക്കെ വിട്ട് നമുക്ക് ക്ലാസ്സിൽ പോകാം. വെറുതെ അവരെ പറ്റി പറയുന്നത് എന്തിനാ? അല്ല സൈനു, അനക്ക് സഞ്ജു ചേട്ടനോട് എന്താ ഇത്രയും ദേഷ്യം? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് അവരോട് ദേഷ്യമില്ല, സ്നേഹമില്ല. ഈ ആ വാ ഒന്ന് അടച്ചു വെക്കോ. അല്ലെങ്കിലും അനക്കും എൻ്റെ ആങ്ങളയ്ക്കും ഇങ്ങനെ തന്നെ. എൻ്റെ വാ അടച്ചു വെക്കാനല്ലേ തീർത്തി. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. ഈ സൈനു അങ്ങോട്ട് നോക്കിയേ. ഷാലു ഈ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എൻ്റെ പൈസ ഒന്നും പറയില്ല. അതെനിക്ക് സഹിക്കൂല. സൈനു നോക്കി, സഞ്ജോട്ടൻ ഞങ്ങളുടെ ക്ലാസ്സിലോട്ടാ വരുന്നേ. അതിന് നിനക്കെന്താ? അയാൾ എങ്ങോട്ടെങ്കിലും പോട്ടെ. നീ എന്തിനാ ഇത്രയും സന്തോഷിക്കുന്നത്? എന്നോടുള്ള കാര്യം പറയണ്ട. ഹലോ ഗൈസ്, ഇന്ന് 2 ഇഷ്യൂ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാം. അറിയാത്തവരോട് അറിഞ്ഞവരോട് പോയി ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ചെയർമാനോട് പറയുക. ആരെയും പേടിച്ചിവിടെ പഠിക്കേണ്ട. എല്ലാവർക്കും അവരുടേതായ ഫ്രീ ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് പോകാനാ ഞങ്ങളിവിടെ വന്നത്. അതൊക്കെ ശരിയാ. ഞാനൊരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ ചെയർമാന് കൊടുക്കാൻ. അതിന് ഇതുവരെ ഒരു മറുപടി കിട്ടിയില്ല. ഞങ്ങളുടെ ലാബിൻ്റെ പകുതിയാണ് നിങ്ങൾ ക്യാൻറ്റീൻ ആക്കിയത്. ഇപ്പോൾ ലാബിലിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല, കരിയറിൻ്റെ ബഹളം കാരണം. അതവിടെ നിന്ന് പൊളിച്ചു മാറ്റാൻ വേണ്ടി ഞാനൊരു പരാതി തന്നിട്ടുണ്ടായിരുന്നു. എടാ, അവളെ വാദന നോക്കാതെ അവൾ ചോദിച്ചതിന് മറുപടി പറയടാ. ഹൈറ സൈനബ് പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതാദ്യം ക്യാൻറ്റീനായിരുന്നു, പിന്നീട് അതിനെ ലാബാക്കിയത്. ഇപ്പോൾ പകുതി പോർഷൻ ക്യാൻറ്റീനാക്കി, അത്രയേ ഉള്ളൂ. പിന്നെ ക്യാൻറ്റീൻ പൊളിച്ചു മാറ്റത് അത് പറ്റില്ല. വേണമെങ്കിൽ ലാബ് പൊളിച്ചു മാറ്റി വേറെ എവിടെയെങ്കിലും വെച്ച് തരാം. ബിഷപ്പിൻ്റെ വില അറിയുന്ന ഒരുപാട് പേരുണ്ട് ഈ കോളേജിൽ. അവർക്ക് ഒരു നേരത്തെ പട്ടിണി മാറുന്നത് ഈ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്ന സൗജന്യ ഫുഡാണ്. അപ്പോൾ അത് ഞാനായിട്ട് മുടക്കില്ല. ആങ്ങളമാരുടെ രാജകുമാരിക്ക് ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. അപ്പോൾ ഗൈസ്, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഞങ്ങളോട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം. പിന്നെ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അവർ ഫ്രീയാണ്. എല്ലാവരും ഒരു മീറ്റിങ്ങിന് പോയിരിക്കുക. അപ്പോൾ എൻജോയ് യുവർ ഫ്രീ പീരീഡ്. ഞങ്ങൾ പോവുക. വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മീറ്റ് ചെയ്യാം. ബൈ. എടാ എണീറ്റ് വേടാ, പോവാം. എടി സൈനു, ആ ഏട്ടൻ പറഞ്ഞ കേട്ടില്ലേ? ഫസ്റ്റ് അവർ നമുക്ക് ഫ്രീയാ. അപ്പോൾ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോവാം. നീ വരുന്നുണ്ടോ? ഇല്ല, നീ പൊക്കോ. ഞാൻ ലൈബ്രറി വരെ ഒന്ന് പോവാം. എനിക്കൊരു ബുക്ക് വെക്കാനുണ്ട്, വേറൊരു ബുക്ക് എടുക്കാനുണ്ട്. ഞാൻ അവിടെ പോവാം. നീ ടോയ്ലറ്റിൽ പോയിട്ട് നേരെ അങ്ങോട്ട് വാ.
അല്ല പെണ്ണെ, നീ ഈ 24 മണിക്കൂർ ലൈബ്രറിയിലാണല്ലോ. ഏത് ബുക്കാ വായിക്കുന്നത്? എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ബുക്കാണോ? എന്നാ എൻ്റെ അടുത്തൂടെ പറ. എന്താ പേര് ബുക്കിൻ്റെ? അതെ, ഒരു ഇൻട്രസ്റ്റ് ഉള്ള ബുക്ക്. ഹൗ ടു കിൽ ബെസ്റ്റ് ഫ്രണ്ട്. എന്താ നീ വായിക്കുന്നുണ്ടോ? ഞാൻ വായിച്ച് പകുതിയായി. അയ്യോ അമ്മളില്ലേ, ഞാൻ യൂറിൻ പാസ് ചെയ്തിട്ട് വരാം. കൈ പിടിച്ച് വലിക്കുന്നു ഇവിടെ. നീയായിരുന്നോ? ആ കൈ പിടിച്ച് വലിക്കാൻ ഈ കോളേജിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ സഞ്ജു, നിനക്കെന്ത് ഭ്രാന്താണോ? ആരെങ്കിലും കണ്ട, അല്ലെങ്കിൽ തന്നെ മനുഷ്യരുണ്ട്. ആരും കാണില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ പെണ്ണെ ഞാൻ ആ കൈ ധൈര്യമായിട്ട് കയറി പിടിച്ച്. നീ എന്താ ഇവിടെ? ഇവിടെ പതിവുള്ളതല്ലല്ലോ. എന്താ മുഖത്തൊരു വാട്ടം? ഇന്ന് രാവിലെ മുതൽ നല്ല ഗൗരവമാണല്ലോ. എനിക്കെന്ത് ഗൗരവം? എനിക്കൊന്നുമില്ല. നിനക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അടിയോ വീഡിയോ ഒക്കെ നിൻ്റെ ഇഷ്ടം. ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നി ഗ്രൗണ്ടിൽ വാൻ നോക്കി നിന്നപ്പോഴേ. ഞാൻ കണ്ടു. അത് കാര്യമുള്ളതുകൊണ്ടല്ലേ ഞാൻ അടിയുണ്ടാക്കിയത്. എല്ലാവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഈ അര അവരൊപ്പ ഉമ്മയാണോ? എന്തിനാ സഞ്ജു ഇങ്ങനെയൊക്കെ? ന്യായമുള്ള കാര്യത്തിൽ ഞാൻ ഇടപെടും. അത് നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ. സഞ്ജു, നമ്മുടെ കാര്യത്തിൽ നീ കുറച്ചുകൂടെ സീരിയസ് ആവണം. എനിക്ക് കൈയും കാലം വരച്ചിട്ടിരിക്കാൻ വയ്യ. കോളേജ് തീർന്ന അവരെന്നെ പിടിച്ച് കെട്ടിക്കാൻ നോക്കൂലേ? പൈസ ആണെങ്കിൽ ഞാൻ കെട്ടിയിട്ടേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുക. അതിനിടയ്ക്ക് എൻ്റെ പൊന്നു സൈനു, അതിന് ഇനി 1 വർഷം ഇല്ലേ കോളേജ് തീരാൻ? അപ്പോഴാണോ ഈ സെൻറ്റിയൊക്കെ അടിക്കുന്നത്? എൻ്റെ പഠിച്ചോനെ 1 വർഷം കാത്തിരുന്നു അവിടെ. ഇനി 6 മാസമേ ഉള്ളൂ ഈ കോളേജ് തീരാൻ. സഞ്ജു, കോളേജിലെ പ്രശ്നമൊക്കെ വീട്ടിലറിയുന്നടാ. അതിൽ നീ ഉണ്ടെന്ന് അറിയുമ്പോൾ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നെന്ന് അറിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ സമ്മതിക്കാനാ? സഞ്ജു, നീ ഈ റിലേഷൻ ടൈം പാസ്സായിട്ടാണോ കാണുന്നത്? സൈനു മതി. നീ എന്തൊക്കെയായി പറയുന്നത്? ടൈം പാസ്സോ? അതിനാണോ ഞാൻ? നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. പക്ഷെ നിന്റെ പോക്ക് കണ്ടിട്ട് എനിക്കെന്തോ. എന്നെ നീ ഒന്ന് മനസ്സിലാക്ക്. ഇപ്പോഴും ഇങ്ങനെ അടിയായിട്ട് നടന്ന് ഞാൻ എന്താ പിന്നെ ചെയ്യേണ്ടത്? എന്നായാലും നമ്മുടെ കാര്യം വീട്ടിൽ പറയണ്ടേ? അപ്പോൾ ഇക്കക്കന്മാർ നിന്നെ പറ്റി അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നീ എന്നറിഞ്ഞാൽ അവർ പിന്നെ എങ്ങനെ സമ്മതിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ കയ്യാലെ പുറത്തെ തേങ്ങ പോലെയാ ഈ റിലേഷൻ. അപ്പോഴാണ് നിന്റെ. സൈനു, തേക്കാനുള്ള സിമ്മൻ്റാണ് കുഴക്കുന്നെങ്കിൽ അങ്ങ് മാറ്റി വെച്ചോ. അറിയാലോ, ഈ സഞ്ജുവിന് ഒരു പെണ്ണേ ഉള്ളൂ, അത് നീയാ. നിനക്ക് ഞാനും. ആരൊക്കെ എന്തൊക്കെ എതിർത്താലും ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ ഇറങ്ങി വാ, ഞാൻ പൊന്നു പോലെ നോക്കാന്ന്. സഞ്ജു മതി. ഇറങ്ങി വരുന്ന കാര്യം എൻ്റെ അടുത്ത് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഈ കാക്കമാരെ വിട്ടിട്ട് ഞാൻ എങ്ങും വരില്ല. അവരെ സമ്മതത്തോടു കൂടി മാത്രമേ നമ്മുടെ ഈ റിലേഷൻ മുന്നോട്ട് പോകൂ. ഞാൻ വേണമെങ്കിൽ കാത്തിരിക്കാം എത്ര കാലം വേണമെങ്കിലും. നീ അല്ലാതെ വേറെ ആരും എനിക്കില്ല. പക്ഷേ ഇക്കക്കമാരെയും വീട്ടുകാരെയൊക്കെ സങ്കടപ്പെടുത്തിയിട്ട് നമുക്കൊരു ജീവിതം അതുണ്ടാവൂല. എൻ്റെ പൊന്നു സൈനു, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ സെൻഡ് ആവുന്നത്? വിട്ടെ, സന്തോഷമായിട്ടിരിക്കുക. സഞ്ജു, എന്താ പെണ്ണെ, ഇനി അടുത്തേക്ക് വാ, ചോദിക്കട്ടെ. അധികം അടുത്തോട്ടൊന്നുള്ള ചോദ്യം ഉത്തരവൊന്നും വേണ്ട. അങ്ങോട്ട് നീ നിൽക്ക്. അതങ്ങനെ ശരിയാവും. ലീവ് കൂടെ കഴിഞ്ഞിട്ട് കണ്ടതല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് താ. എനിക്ക് ഒരു മുത്തുകോ തന്നിട്ട് പോ. ഏടാ, നല്ല ബോധി. ഞാൻ പോവാ. ഷാലു എന്നെ വെയിറ്റ് ചെയ്ത് ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ കാണും. അവളവിടെ വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ നിന്നെ എത്ര കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സൈനു, ഒരു ഉമ്മ താടി എത്ര കാലമായിട്ട് ചോദിക്കുന്നു. ഈ കാമുകനെ ഇങ്ങനെ വിഷമിപ്പിക്കണോ? എൻ്റെ പൊന്ന് കാമുക, വിട്ടെ. എനിക്ക് പോകണം. ഉമ്മയും കുമ്മയൊന്നുമില്ല. പടച്ചോടെ നിലക്കത്തൊന്നും ഞാൻ ചെയ്യില്ല. നീ ചെയ്യണ്ട, ഞാനങ്ങ് ചെയ്തോളാം. ഇങ്ങോട്ട് വാ. അല്ല പടച്ചോനെ, ഇപ്പം എന്താണ്ടായ? നിന്നെ ഞാനിന്ന് പോകണം. ഞാൻ പോവും. കണ്ടോ ഒപ്പ കയറി നോക്കും. കൊള്ളാം പട്ടി. ഷോ, പെണ്ണ് ഓടിയല്ലോ. മോച്ച് കൊതിയുന്നില്ല, അതിന് ഓടിക്കളഞ്ഞു. ആഹാ, ബാക്കി കൊതി വേണമെങ്കിൽ ഞാൻ തീർത്തു തരാം. എനിക്ക് തോന്നി ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. നിനക്ക് നാണമില്ലടാ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നിടത്ത് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പോക്കാണ് നീ പോകുന്നെങ്കിൽ അടുത്ത കൊല്ലം പെരുന്നാളിന് ബിരിയാണിക്ക് സഞ്ജു സ്പെഷ്യൽ ഇറച്ചിയായിരിക്കും പുത്തലത്ത്. അവൾ ആങ്ങളമാരൊക്കെ കയറി നിന്നെ വെട്ടിയരിഞ്ഞ് ചിക്കൻ ബിരിയാണി വെക്കും പോലെ വെക്കും മോനെ. സൂക്ഷിച്ച ദുഃഖിക്കേണ്ട ഉണ്ണി. ഈശ്വര, നിനക്ക് കരുന്നാ കല്ലടാ തെണ്ടി. അതെടുത്ത് വളച്ചാലേ അതുപോലെ സംഭവിക്കും. എന്നെ കാത്തോളണേ. അഫ്സലിക്ക, ഇക്കറിഞ്ഞു നമ്മുടെ ഹാജര വീട്ടിലെ ഇളയ മോളില്ലേ? ഓളും നമ്മുടെ തെങ്ങാരം വാസോട്ടൻ്റെ മോനും കൂടെ ഒളിച്ചോടിയെന്ന്. വീട്ടുകാരും നാട്ടുകാരും രണ്ടെണ്ണത്തിനെയും തപ്പി ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നാ പറയുന്നത്. അവൾ അന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് ഒരെല്ല് കൂടുതലായിരുന്നു. ഞാൻ കരുതി. അല്ലെങ്കിലും വീട്ടുകാരെ പറഞ്ഞാൽ മതി ഇത്ര ഫ്രീഡം കൊടുക്കുന്നതിന്. ഇക്കാക്കക്ക് എന്താ? അവരോടിപ്പോയിന് ഇക്കാക്കക്ക് ഇപ്പം എന്താ പ്രശ്നം? അവര് ഇഷ്ടം കൊണ്ടല്ലേ അങ്ങനെ ചെയ്ത?
10-20 കൊല്ലം വീട്ടുകാർ പൊന്നുപോലെ നോക്കിയിട്ട് 2-3 വർഷം ഒരുത്തനെ സ്നേഹിച്ച് അവനോട് ഇറങ്ങി പോകുന്നതാണോ ഇഷ്ടം? അതിന് ഇഷ്ടമെന്നല്ല പറയേണ്ട. നമുക്കറിയില്ലല്ലോ ഇക്കാക്ക ശരിക്കും എന്താന്ന്. ആ കുട്ടി വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് താല്പര്യമില്ലാത്തോണ്ടല്ലേ ഇവർ ഓടിപ്പോയേ. സൈനു മതി, നീ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കത് ഇഷ്ടമല്ല. കണ്ടവൻ്റെ കൂടെ ഓടിപ്പോകുന്ന കാര്യങ്ങളൊന്നും നീ പറയണ്ട. നീ ഈ വീട്ടിലെ പെണ്ണ, മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മായ്ച്ചു കളഞ്ഞേക്ക്. ഹാജിയാര മോളുടെ സ്ഥാനത്ത് എൻ്റെ സഹോദരിയോ മോളോ ആയിരുന്നെങ്കിൽ വെട്ടിക്കൊന്നേനെ ഞാൻ. ഇക്കാക്ക ഞാൻ അഫ്സലിക്ക നിങ്ങൾക്ക് പിന്നാലായോ? ഓളോട് എന്തിനാ ദേഷ്യപ്പെടുന്ന? വല്ലോളം ഓടിപ്പോയതിന് ഇവളെന്ത് ചെയ്യാനാ? ഇതെന്ത് കഷ്ടം. ആമിച്ചാത്ത വേണ്ട, ഞാൻ കോളേജിൽ നിന്ന് വന്നതല്ലേ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഞാൻ റൂമിൽ പോവാ. സൈനു ഇതെങ്ങോട്ടാ പോകുന്ന? മോള് ചായ കുടിച്ചിട്ട് പോ. ഇതെന്താ നോക്കാതെ പോകുന്ന? അവള് കരഞ്ഞിട്ടാണോ പോകുന്നത്? ആ എത്താത്ത ഇതാ ഇരിക്കുന്നത് നിങ്ങളുടെ അനി, ചോദിച്ചു നോക്ക്. എനിക്കൊന്നും പറയാൻ വയ്യ. എന്ത് കഷ്ടമായത്, ഇയാളെ കൊണ്ട് തോറ്റു. അഫ്സലെ ഞാൻ കിച്ചണിൽ നിന്നൊക്കെ കേൾക്കുമായിരുന്നു. നീ എന്തിനാ ഇത്രയും സൗണ്ടിൽ അവളോട് സംസാരിച്ച? അവൾക്ക് സങ്കടമായിട്ടുണ്ടാവും. ഇത്താ, ഞാൻ അവൾ ഓരോ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടല്ലേ ഞാൻ അവളോട് സോറി പറയാം. പറയാനല്ല, പോയി പറഞ്ഞേക്ക്. ഇക്കാക്കാരനെ അറിയാലോ, ഞാൻ അടിഞ്ഞൊന്നും പറയണ്ട. അവള് സങ്കടപ്പെട്ട ആ മനുഷ്യൻ സഹിക്കൂല. നീ അവളോട് പോയി പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി അവളെ ഹാപ്പി ആക്കിയിട്ട് താഴെ കൊണ്ടുവാ. പാവം വന്നിട്ട് ഒന്നും കഴിച്ചില്ല. പിന്നെ എൻ്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ സൈനു അങ്ങനത്തെ ഒരു കുട്ടിയല്ലല്ലോ, പിന്നെന്താ പ്രശ്നം? അത് ഇത്താത്ത പറഞ്ഞ കറക്റ്റ്. സൈനുവിന് നമ്മൾ മാത്രമല്ലേ ലോകം. അവൾക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വലിയ അറിവില്ലല്ലോ. ഓരോളെ അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അതിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ആയിരുന്നു ദേഷ്യപ്പെട്ടത് അതിനോട്. പാവം. ശരിയാ, ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. സൈനുവിന് ഒത്തിരി സങ്കടമായി കാണും. ഞാൻ അവളോട് പോയി മാപ്പ് പറഞ്ഞ് താഴേക്ക് കൂട്ടിക്കൊണ്ട് വരാം. വേഗം പൊക്കോ. അവളിപ്പോൾ കുത്തിയിരുന്ന് കരയുന്നുണ്ടാവും. നിന്റെ ഇക്കാക്കയും ഫൈസിയും വരുന്നതിന് മുന്നേ പ്രശ്നങ്ങളൊക്കെ തീർത്തോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ചിക്കൻ പൊരിക്കുന്നല്ല നിന്നെ ഇട്ടിട്ട് വറക്കും. ഏയ്, അങ്ങനെ പിണങ്ങിയിരിക്കാനൊന്നും എൻ്റെ സൈനുവിന് കഴിയൂല. ഞാൻ അവളടുത്തേക്ക് പോട്ടെ. പഠിച്ചവനെ, എൻ്റെ തെറ്റൊക്കെ പുറത്ത് എനിക്ക് ക്ഷമ തരയണമേ. ആമീൻ. അഫ്സലിക്കാക്ക പറഞ്ഞതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കുഞ്ഞിക്കാക്ക് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ അറിഞ്ഞാൽ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവൂലേ? സഞ്ജു ഇതുപോലും അറിയണോ? പഠിച്ചവനെ, അറിയാത്ത പ്രായത്തിൽ ഈ കൽവിൽ കയറ്റി വെച്ചത് അതിപ്പോൾ എടുത്ത് കളയാനും പറ്റുന്നില്ല. ഞങ്ങളെ ഈ ബന്ധം എല്ലാവരും സ്വീകരിക്കണേ. ആദ്യത്തിൻ്റെ പേരിൽ അടിയുണ്ടാക്കല്ലേ. സഞ്ജുവിനോട് മുഹബത്ത് തോന്നിയതിന് ശേഷം ഞാൻ അറിയുന്ന മതവും മതത്തിലെ നിയമങ്ങളും ഒക്കെ അതൊക്കെ അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഓൻ എൻ്റെ കൽവിൽ ഞാൻ എങ്ങനെ ഇതൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ടത്? ഇനി എടുത്ത് കളയാന്ന് വെച്ചാൽ അത് ഞാൻ മരിക്കുന്നതിന് തുല്യോ. ഇതൊക്കെ ഞാൻ എൻ്റെ കാക്കമാരെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ടത്? പഠിച്ചോനെ, നീ തന്നെ ഒരു വഴി ഈ സൈനുവിന് കാട്ടിത്തരണേ. സൈനു ഈ കാക്കോട് പിണക്കമാണോ? അല്ല, ഈ നേരത്തെന്താ ഒരു പ്രാർത്ഥന? പടച്ചവനോട് പരാതി പറയാണോ കുഞ്ഞിക്കാക്കയെ പറ്റി? പടച്ചാനോട് ആരെപ്പറ്റി പരാതി പറഞ്ഞാലും എൻ്റെ ഇക്കാക്കന്മാരെ പറ്റി ഞാൻ പറയോ? അപ്പോൾ കുഞ്ഞിക്കാരൻ്റെ മനസ്സിൽ ഈ സൈനുവിനെ പറ്റി ഇങ്ങനെയൊക്കെയാണല്ലേ? ഇതൊക്കെ ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നേ. എൻ്റെ പൊന്നു സൈനു, ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, ഇക്കാക്ക താഴെ വെച്ച് പറഞ്ഞതിന് എനിക്കതിനോട് ദേഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇക്കാക്കനോട് അങ്ങ് ക്ഷമിച്ച് കളഞ്ഞേക്ക്. ഇക്കാക്കനെ പറ്റി നിനക്കറിയാലോ. എന്താ ഇക്കാക്ക ഇത്? ഞാനതൊക്കെ അപ്പോഴേ വിട്ടില്ലേ. അതൊക്കെ പോട്ടെ. ഇക്കാക്ക ശരിക്കും ഞാനായിരുന്നു ആ സ്ഥാനത്ത് പോയിരുന്നെങ്കിൽ ഇക്കാക്ക പറഞ്ഞ പോലെ എന്നെ വെട്ടിക്കൊല്ലുമായിരുന്നോ? അത് ഇക്കാക്ക സീരിയസ് ആയിട്ട് പറഞ്ഞതായിരുന്നു? ഹാജിയാരുടെയുമുള്ള സ്ഥാനത്ത് എൻ്റെ സൈനു ആയിരുന്നെങ്കിൽ ഈ വീട്ടിലൊരു മയ്യത്ത് പൊങ്ങും. പക്ഷേ അത് എൻ്റെ അല്ല. ഓടി നിനക്ക് കുഞ്ഞിക്കാന്ന് വിളിക്കാൻ പിന്നെ ഈ അഫ്സൽ ജീവനോട് ഉണ്ടാവൂല. ഈ അങ്ങനെയൊന്നും കാട്ടൂല എന്ന് ഇക്കാക്കറിയാം. നിന്നെ വളർത്തിയത് വലിക്കാക്ക ഇത്താത്തയോ. അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യൂല. കുഞ്ഞിക്ക് ഞാൻ വെറുതെ ചോദിച്ചത്. എങ്ങനെയാ ഇക്കാക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്ന? ഞാൻ പോയാലും ഇക്കാക്ക എന്തിനാ ജീവൻ കളയണേ? അതെനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഈ അവളെ ചങ്കിലാ ജീവിക്കുന്നത്. അത് പോയാൽ പിന്നെ ഞാനും ഇക്കാക്കയും പൈസയൊക്കെ എങ്ങനെ ജീവിക്കും? ഇക്കാക്ക സോറി, ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു. എന്താ ഇത്? നിന്നെ സമാധാനപ്പെടുത്തി മിണ്ടാൻ വേണ്ടി വന്നപ്പോൾ നീ കൂടുതൽ കരയുകയാണോ? ഇത്താത്ത അറിഞ്ഞ് എന്നെ കൊല്ലും. വേഗം കണ്ണൊക്കെ തുടച്ച് താഴേക്ക് വാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇക്കാക്ക പൊക്കോ.
അല്ല, ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കുക. ഈ വീട്ടിലെന്താ ഒരു നിശബ്ദത? ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഈ വീട് എടുത്തിട്ടില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ? വല്ലിക്കൊക്കെ പറഞ്ഞ സത്യം. ഞാനും ഇപ്പോൾ അത് ആലോചിച്ചോളൂ. ഈ കിളിക്കാൻ പറ്റി പോലും വാ അടച്ചു വെക്കണമെങ്കിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. ഫൈസയ്ക്ക് തോന്നുന്നതാ. കുഞ്ഞിക്കല്ലേ മണ്ടാതെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. എനിക്കെന്ത് പ്രശ്നം? ഞാനിനി എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെട്ട അത് നിങ്ങൾക്കൊക്കെ സങ്കടമാവും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ വെറുതെ ഇരുന്ന്. ഒക്കെ എണ്ണത്തിന് ഭ്രാന്തായെന്നാ തോന്നുന്നത്. ബന്ധമില്ലാതെ ഓരോന്നും സംസാരിക്കുക. നിങ്ങൾക്ക് എന്താ പറ്റിയേ? വെറുതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ആരും മിണ്ടണ്ട അങ്ങനെയെങ്കിൽ. കുഞ്ഞിക്ക എന്താ അങ്ങനെയൊക്കെ പറയുന്ന? കുഞ്ഞിക്ക എന്ത് പറഞ്ഞാലും ഞങ്ങളൊക്കെ കേൾക്കാറില്ലേ? ദേഷ്യപ്പെട്ടാലും ഞങ്ങൾക്കതൊന്നും കുഴപ്പമില്ല. സങ്കടമായാലും കുഞ്ഞിക്ക വന്നതൊക്കെ തീർത്ത് മിണ്ടൂലേ? പിന്നെന്താ, പഴയ പോലെ മിണ്ട്. ഓ എൻ്റെ സൈനു, അങ്ങേരൊന്നും മിണ്ടാതിരിക്കട്ടെ. നീ കുത്തി ഇളക്കി പഴയ പോലെ ആക്കല്ലേ. ആക്കിയാൽ പിന്നെ കരയാനേ നിനക്ക് സമയം കാണും. അങ്ങനെയൊന്നുമില്ല. എൻ്റെ കുഞ്ഞിക്കൊക്കെ പാവ അല്ലേ? കുഞ്ഞിക്ക പാവാണെന്ന് കരുതി നീ നിക്ക് കൊല്ലുവാണോടി? ആഹാ, ഇപ്പം തുടങ്ങിയാലോ രണ്ടിൻ്റെയും ബഹളം. എൻ്റെ പൈസി, അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇതൊക്കെ കണ്ട് എനിക്കിപ്പോൾ ഇതൊക്കെ ഒരു ശീലമായി. പിന്നെ അടുത്തെന്താന്നും എനിക്കറിയാം. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ സൈനു? ഈ എത്ര നാളായി പാടിയിട്ട്? ഞങ്ങൾക്കൊക്കെ വേണ്ടി ഒരു പാട്ടങ്ങ് പാടിക്കാം. ഞാൻ ഊഹിച്ചു. ഇത് തന്നെയാണ് ഞാൻ മനസ്സിൽ കണ്ടത്. എൻ്റെ പാട്ടിന് ഭയങ്കര ഫാൻസ് ഉള്ളതാ. എന്നാലും കുഴപ്പമില്ല. ഇക്കാക്ക പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പാട്ട് പാടിത്തരാം. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലർമൊട്ടെ, കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്. കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലർമൊട്ടെ, കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. ഈ പാട്ടെപ്പോൾ കേട്ടാലും എൻ്റെ ഉള്ളിലൊരു കത്തല. വലിക്കയും കുഞ്ഞിക്കയും നിന്നെ എന്നെ വളർത്താൻ പാടുപെടുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഫൈസി, നീ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ കുരിപ്പുണ്ടല്ലോ, ഞങ്ങളിട്ട് നെട്ടോട്ട് ഓടിച്ചിട്ടുണ്ട്. അല്ലേ വലിക്കക്ക? അയ്യടാ, ഞാനായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവം. വലിക്കാക്ക, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ശരിയാ. നീ പഞ്ചപാവമായിരുന്നു. ആ പാവത്തെ നമ്മളെ ഒരുപാടിട്ട് പറപ്പിച്ചിട്ടുണ്ട്. അല്ല, സൊറ പറഞ്ഞിട്ടിരിക്കുന്ന ആങ്ങളെയും പെങ്ങളും സമയം എത്രയായിരുന്നു എല്ലാം പിടിയുണ്ടോ? നാളെ കോളേജൊക്കെ ഉള്ളതല്ലേ, പോയി കിടന്ന് ഉറങ്ങിക്കോ. അത് നേരം. ഇനി സഭ പിരിച്ചു വിട്ടിരിക്കുന്നു. എല്ലാം പൊക്കോളൂ. എന്നെ പഠിച്ചോനെ, എഴുതി എൻ്റെ കൈയൊക്കെ വേദനിക്കുക. എന്നാലും ഇത്രയ്ക്കുള്ള നോട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ എഴുതി തീർത്തേനെ. അതങ്ങനെ ഞങ്ങളൊക്കെ ക്ലാസ്സിൽ നോട്ട് എഴുതുമ്പോൾ നിനക്ക് സിനിമ കഥ പറയില്ലല്ലേ പരിപാടി. അതിൽ ഞാനിപ്പോൾ നല്ല വിഷമിക്കുന്നുണ്ട്. എൻ്റെ മോളു, എടി ഈ നോട്ടൊന്ന് എഴുത്താടി. ഞാൻ ഈ സെമിനാർ കൊണ്ടൊന്ന് വെച്ചിട്ട് വരട്ടെ. ഇതുവരെ വെച്ചില്ല. അത് ശരി, അപ്പോൾ നീ സെമിനാർ ഇതുവരെ വെച്ചില്ലേ? കൊള്ളാം. ഇല്ലടി, മറന്നുപോയി. നീ ഇതൊന്ന് എഴുതി തന്നെ. ഞാൻ എഴുത്തരാം. നീ വേഗം കൊണ്ട് സെമിനാർ വെക്ക്. ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. ഇവിടെ വന്നിരിക്കുവാണോ? സൈനു, സഞ്ജു, നീ നിനക്കെന്താ പറ്റിയേ? സ്ഥിരമായിട്ട് നിൽക്കുന്ന എല്ലാ സ്ഥലത്തും ഞാൻ നശിയിട്ട് നോക്കി, കണ്ടില്ല. പിന്നെ വിചാരിച്ചു ആബ്സെൻ്റ് ആയിരിക്കുമെന്ന്. അന്വേഷിച്ചപ്പോൾ നീ വന്നു എന്ന് പറഞ്ഞു. നീ എന്താ എന്നെ കാത്ത് നിൽക്കാത്ത? സഞ്ജു, നീ ഇപ്പം ചെല്ല്. എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ വന്നിട്ട് നീ എന്താ എൻ്റെ മുഖത്ത് പോലും നോക്കാത്ത? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൈനു, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. എൻ്റെ പൊന്നു സഞ്ജു, പതുക്കെ സംസാരിക്കാം. ഒരു പ്രശ്നവുമില്ല. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതിവിടെ നിന്ന് ആരെങ്കിലും കണ്ട് വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവും. പൊക്കോ. മതി സൈനു, ഞാൻ മടുത്തു. എന്ത് പറഞ്ഞാലും വീട്ടിലറിഞ്ഞാൽ അപ്പോൾ പിന്നെ എനിക്ക് എന്ത് സ്പേസാണ് ഉള്ള? സഞ്ജു, നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്ന? മിണ്ടാതിരിക്കേ. ഇല്ല, ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല. എനിക്കറിയണം, നിൻ്റെ വീട്ടുകാർക്ക് നീ കൊടുക്കുന്ന സ്പേസിൻ്റെ പകുതി പോലും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ആരാ നിനക്ക്? പറ. അതോ നിനക്കൊരു മടുത്തോ? ഇനി ഈ റിലേഷൻ കൊണ്ടുപോകാൻ നിനക്ക് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. സഞ്ജു,
നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? എനിക്കത് ഭ്രാന്തായോ? ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല, അതുകൊണ്ട് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ ശാലു ഇപ്പോൾ വരും. കണ്ട ഇനി അത് മതി, ഇവിടുന്ന് പൊക്കോ, അതാണ് നല്ലത്. സൈനു, എനിക്കറിയണം എന്താ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ. എന്നെ കാണുമ്പോൾ തന്നെ പൊക്കോ, എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസം പോകുന്തോറും എൻ്റെ കൽബ് വേണമെന്ന് പിടയ്ക്കാ സഞ്ജു. നീ എന്താ മനസ്സിലാക്കാതെ? ഒക്കെ വീട്ടിലറിയുമ്പോൾ നമ്മൾ രണ്ടാളും, എനിക്കൊന്നും പറയാനില്ല. എനിക്കെല്ലാം ഒരു തമാശയാണ്, പക്ഷെ എനിക്കങ്ങനെയല്ല. ശരി, ഞാൻ ഇനി വന്ന് നിന്നെ കാണുന്നില്ല, സംസാരിക്കുന്നില്ല, ശല്യം ചെയ്യുന്നില്ല, പോരെ. ഞാൻ കാരണം നിൻ്റെ കൽബ് ഇടുന്ന് പിടയ്ക്കണ്ട. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. സഞ്ജു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്നെ കാണാതെ എനിക്കിരിക്കാൻ പറ്റൂല. പക്ഷേ എൻ്റെ വീട്ടിലത്തെ ആ സിറ്റുവേഷനൊക്കെ ഞാൻ നിന്നെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പഠിച്ചോന്നോർത്ത് നീ ദേഷ്യപ്പെടല്ലേ. ശരി, ഞാനെല്ലാം മനസ്സിലാക്കാം. പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. നിൻ്റെ ഇക്കാക്കമാർ എന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നിൻ്റെ ഡിസിഷൻ എന്തായിരിക്കും? അതെനിക്കറിയണം. സഞ്ജു, അത് പിന്നെ എനിക്ക് ആൻസർ പറയാൻ നീ ഇത്രയും ബുദ്ധിമുട്ടുന്ന എന്തിനാ? എനിക്ക് മനസ്സിലായപ്പോൾ. അത് ഇക്കാക്കമാര് വേണ്ടെന്ന് പറഞ്ഞൊന്നും എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സഞ്ജു, നീ ഇങ്ങനെ പെട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ. സൈനു, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നല്ലേ എൻ്റെ മനസ്സിൽ. ശരി, ഇതിൽ ഞാൻ മാത്രമേ സങ്കടപ്പെടൂ അവസാനം. അതുകൊണ്ട് നമുക്കിതിവിടെ വെച്ച് നിർത്താം. എല്ലാം കഴിഞ്ഞു. ഞാൻ ഇനി നിന്നെ കാണാൻ വരില്ല. ബായ്. സഞ്ജു, വേണ്ട, എനിക്ക് കിട്ടാനുള്ള ആൻസർ നിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് എപ്പോഴും കിട്ടി. മതി, ഓൾ ഫൈൻ. സഞ്ജു, ഞാൻ പറയട്ടെ, നീ പെട്ടെന്ന് ചോദിച്ചോണ്ടല്ലേ. നീ പോലെ നിൽക്ക് പ്ലീസ്. എന്റെ പടച്ചോനെ, ഞാനിതെന്തൊക്കെ ഈ കേട്ട? അപ്പോൾ ഇവർ തമ്മിൽ, പടച്ചോനെ, ഇതൊക്കെ ഫൈസിയും വീട്ടുകാരൊക്കെ അറിഞ്ഞ ഇവളിതെന്ത് ഭാവിച്ച? ഇതിനുള്ള ധൈര്യം ഇവക്ക് ഉണ്ടായിരുന്നു? ഇവളുടെ കാര്യം ആലോചിച്ചിട്ട് എൻ്റെ കൈയും കാലും വിറയ്ക്കുവാണല്ലോ. വല്ലിക്കൊക്കെ ഇങ്ങനെ ഇതറിഞ്ഞ പിന്നെ ജീവനോടെ ഇവളുണ്ടാവുമോ? ഇതെന്ത് ഭാവിച്ച രണ്ടുപേരും? സൈനു, ഞാനൊക്കെ കേട്ടു. ഇതൊക്കെ എപ്പോഴാടി നിനക്കിത്? അത് ശാലു, ഞാൻ എന്നാലും കൂടെ നടന്ന് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ നിങ്ങൾ തമ്മിൽ. നിനക്കിതെങ്ങനെ വീട്ടിലറിഞ്ഞ? അറിയാത്ത പ്രായത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടു പോയതാ. ഇപ്പോൾ ഒക്കെ അറിഞ്ഞിട്ടും എനിക്ക് ആ ഇഷ്ടം കളയാൻ തോന്നുന്നില്ല. ഇക്കാക്കമാരെ വെറുപ്പിക്കാനും ഞാനില്ല. ഞാനിതിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പിടയ്ക്കുക. നീ കരയാതെ. ഇതിലിപ്പോ ഇതൊക്കെ അറിയുമ്പോൾ അവസ്ഥ ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഒരുപാട് തവണ വേണ്ടാന്ന് മനസ്സിനെ കൊണ്ട് പഠിപ്പിച്ചു. പക്ഷെ അവനെ മറക്കാൻ എനിക്ക് കഴിയില്ലടി. എൻ്റെ ഇക്കാക്കമാരെ വെറുപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഷാരു, ഞാൻ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങിയിട്ട് ഇപ്പം എത്ര നാളായെന്നറിയോ? എൻ്റെ ഈ ലൈഫിൻ്റെ ലാസ്റ്റ് ഞാൻ ആരെങ്കിലും വെറുപ്പിക്കണം. പക്ഷെ എനിക്കതിന് കഴിയൂല. എനിക്ക് രണ്ടുപേരും വേണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? അസലിക്കൊക്കെ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുക. ഞാനിനി എന്താ ചെയ്യേണ്ടത്? ഞാനൊരിക്കലും നിന്റെ വീട്ടുകാരെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കൂല. അവർ നിന്നെ നോക്കുന്നത് അങ്ങനെ. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നിന്റെ സ്ഥാനത്ത് ജനിച്ചിരുന്നെങ്കിലെന്ന്. അതൊക്കെ എനിക്കറിയാം. ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവാനാണ് ഞാൻ. പക്ഷെ എൻ്റെ മനസ്സ് പിടിച്ചിട്ട് നിൽക്കുന്നില്ലടി. എൻ്റെ പൊന്നു സൈനു, ഇങ്ങനെ കരയാതെ. എല്ലാ പ്രശ്നത്തിനും ഒരു അവസാനം ഉണ്ടാവും. നീ ഇപ്പോഴൊന്നും ചിന്തിക്കാതെ. എക്സാമൊക്കെ വരികയല്ലേ, നമുക്ക് നോക്കാം. പഠിച്ചോനെ, ഇവള് കിട്ടിയില്ലെങ്കിൽ പൈസ എനിക്ക് കിട്ടൂലല്ലോ. ഞാൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ അവൾക്ക് എന്താ കഴിയാത്ത? എല്ലാം എൻ്റെ തെറ്റ്. ഞാനായിരുന്നില്ലേ എല്ലാത്തിനും കാരണം? സഞ്ജു, അനക്കെന്താ തലവേദന വല്ലതും ഉണ്ടോ? എന്തു പറ്റി? എനിക്കൊന്നുമില്ല. നീ യൂത്ത് ക്ലബിൻ്റെ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കൊണ്ടുവന്നോ? അതെന്താ ഇതുവരെയായിട്ട് തരാത്ത? ഞാൻ വാ തുറക്കാൻ കാത്തിരിക്കുമായിരുന്നു എന്തെങ്കിലും പണി തരാൻ. അല്ല പിന്നെ അല്ല, അത് നമ്മുടെ സൈനു അല്ലേ? അവളെന്താ സാഡായിട്ട് പോകുന്ന? ഇങ്ങോട്ടാണല്ലോ വരുന്നത്. നീ നിൻ്റെ പണി നോക്ക്. സഞ്ജു, സോറി, എന്നോട് പിണങ്ങല്ലേ. പെട്ടെന്ന് നീ ചോദിച്ചപ്പോൾ അന്നേരം. സഞ്ജു, നീ എന്താ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ? ഒന്ന് നോക്ക് സഞ്ജു. എടാ, നിനക്കെന്തു പറ്റി? നിങ്ങൾ പിണങ്ങിയോ?
നിന്നോട് ഞാൻ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? എനിക്ക് ഇത്രയും ഡിസ്റ്റർബൻസിനോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യ്. എനിക്ക് ഒരുപാട് തിരക്കുണ്ട്, അതിനിടയിലാണ് ഇങ്ങനെ ഓരോന്നും. ശരിയാ, ഞാനിപ്പോൾ നിനക്ക് ഡിസ്റ്റർബൻസ് ആയി. പോട്ടെ, ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ശരി, ഞാനിനി അങ്ങ് ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വരുന്നില്ല. നീ പറഞ്ഞതാ ശരി, ഒക്കെ അവസാനിപ്പിക്കാം. എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും? എനിക്ക് തല്ലിപ്പിരിയാനൊന്നും താല്പര്യമില്ല സഞ്ജു. ഞാൻ പോവാ, ഇനി വരൂല നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ. നിനക്കെന്താ പറ്റിയേ? നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞ? ആ പാവ സങ്കടപ്പെട്ട് പോകുന്ന കണ്ടില്ലേ? നീ പറഞ്ഞു കേട്ടില്ലേ, ഒക്കെ അവസാനിച്ചു എന്നു, ഇനി ഡിസ്റ്റർബ് ചെയ്യാൻ അവൾ വരില്ല എന്ന്. അത്രയേ ഉള്ളൂ. ഇങ്ങനെ തല്ലിപ്പിരിയാനാണോ നീയൊക്കെ ആരും കാണാതെ ഇത്രയും വർഷം പ്രേമിച്ച് നടന്നത്? അതിലൊക്കെ കുറച്ച് സത്യം ഉണ്ടതാ ഞാൻ കരുതിയേ. അതെ, പക്ഷേ എനിക്കുള്ള സ്പേസ് തരാത്തടുത്ത് ഞാൻ ഇനി എന്തിനാ നിൽക്കണ്ട? അവൾക്ക് അവളുടെ ആങ്ങളാൻ വരാ വലുത്. സഞ്ജു, നീ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ നമുക്കിത് വേണ്ട, അത് ശരിയാവില്ല. അപ്പം നിൻ്റെ സ്നേഹം, ആത്മാർത്ഥത ഇപ്പം എന്തു പറ്റി നിനക്ക്? നിനക്കുള്ള സ്പേസ്. എടാ, അവൾക്ക് അവളെ ആങ്ങളമാരെന്ന് പറഞ്ഞാൽ ജീവനാ. അതിന് നിന്നെ അവരെയും വെച്ച് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. പെട്ടെന്നൊരു ദിവസം അതൊക്കെ വലിച്ചെറിയാൻ നമുക്ക് പറ്റുമോ? എനിക്ക് വേണ്ടി അവൾ ആരെയും വലിച്ചെറിയണ്ട. പകരം എനിക്കുള്ള സ്പേസ് തന്നാൽ മതി. ഞാൻ സംസാരിക്കുമ്പോഴോ ഞാനൊന്ന് അടുത്ത് ചെന്നാലോ അവൾക്ക് നാട്ടുകാരെ പേടി, വീട്ടുകാരെ പേടി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അവളെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെയാണ് അവളുടെ സംസാരവും ഭാവവും ഒക്കെ. അതുകൊണ്ടാ. സഞ്ജു, അവൾക്ക് വേണ്ടി നീ നിൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് അവളോട് പോയി താമസിക്കാൻ നിനക്ക് പറ്റുമോ? ഞാനെന്തിനാ എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിക്കുന്ന? ഞാൻ അവരുടെ കൂടെ അവളെ നോക്കൂലേ? അതേ സിറ്റുവേഷനല്ലേടാ അവക്കും. അവളെ ഇത്രയും നന്നായിട്ട് നോക്കി അവരെ വിട്ടിട്ട് നിൻ്റെ കൂടെ അവൾക്ക് വരാൻ പറ്റുമോ? നിങ്ങളുടെ റിലേഷൻ ആണെങ്കിൽ പുറത്തറിഞ്ഞാൽ അവരെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്ന് കരുതി ഞാൻ അവളെ വിട്ടുകൊടുക്കണോ? എൻ്റെ ഉള്ളിൽ കയറി കൂടിയതാ. ഇനി അതിനെ ഇറക്കിവിടാൻ എന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കണം. എടാ, നമ്മുടെ നാടിനെ പറ്റി നിനക്കറിയാമെന്നുള്ളതല്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ടാ അന്ന് ഞാൻ നിന്നെ വിലക്കിയത് വേണ്ടാന്ന്. പക്ഷേ നീ ഒട്ട് കേട്ടുമില്ല, ആ കൊച്ചിനൊട്ട് നീ വെറുതെ വിട്ടുമില്ല. എന്നിട്ടിപ്പോൾ രണ്ടും കൂടെ വർഷങ്ങളോളം സ്നേഹിച്ചിട്ട് ഇപ്പോൾ വേണ്ട പോലും. എന്തെങ്കിലും ചെയ്, എനിക്കൊന്നും പറയാനില്ല. നീ അവളോട് ദേഷ്യപ്പെടുമ്പോൾ അവൾ നല്ല വിഷമിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, നിന്നെ ഇത്രയും ആത്മാർത്ഥത സ്നേഹിക്കുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. വെറുതെ അവളെ വിഷമിപ്പിക്കരുത്. ഈശ്വര, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ട? അവൾ കണ്ണു നിറച്ച് പോയപ്പോൾ സഹിക്കുന്നില്ലല്ലോ. നാളെയും മറ്റന്നാളും കാണാൻ പറ്റില്ല. സാറ്റർഡേ സൺഡേ അല്ലേ? അവളെ ഞാൻ എങ്ങനെയൊന്ന് കാണുക? സഞ്ജു, അമ്പലത്തിൽ കമ്മിറ്റിക്കാരെല്ലാം ചേർന്ന് പിരിവിനിറങ്ങിയിരിക്കുക. നിനക്ക് നാളെ തൊട്ട് ലീവല്ലേ? 2 ദിവസം ഞങ്ങളുടെ കൂടെ നീയും വരണം. അച്ഛാ, എനിക്കിതിനൊന്നും വരാൻ പറ്റൂല. മാത്രമല്ല എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അത് മുടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിന് പോവുക. അച്ഛനും ആൾക്കാരൊക്കെ പൊക്കോ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ പൊക്കോ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനും അവരൊക്കെ പൊക്കോളാം. അതെ ഏട്ടാ, അതാ നല്ലത്. അവൻ പഠിക്കാൻ പോട്ടെ. അല്ല, നാളെ എവിടെ തൊട്ടാ തുടങ്ങുന്നേ? എല്ലാരും കൂടെ തീരുമാനിച്ച് നമ്മുടെ പുത്തലത്ത് വീടൊന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. അവര് ഒരുപാട് സഹായിച്ചിട്ടുണ്ടല്ലോ. പുത്തലത്തോ? ഏത്? ഫൈസിയുടെ വീട്ടിൽ നിന്നാണോ? അവിടെ നിന്ന് തന്നെ. എല്ലാ പ്രാവശ്യം അമ്പലത്തിൽ വലിയൊരു എമൗണ്ട് അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. മാത്രമല്ല, എല്ലാ ഉത്സവത്തിലും അവർ ഫാമിലിയോടെ വരാറുണ്ട്. അവർക്കിതിൽ ജാതി മതമൊന്നുമില്ല. അപ്പം ഞങ്ങൾ കരുതി അവരെ തന്നെ ആദ്യം ഇൻവൈറ്റ് ചെയ്യാമെന്ന്. ഏതായാലും നല്ലൊരു കാര്യത്തിന് പോവല്ലേ? അച്ഛൻ എന്നെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി വരാതിരിക്കുന്നില്ല. ഞാനും കൂടെ വരാം. നിനക്ക് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതല്ലേ, അവിടെ പോടാ. ഓ, അടുത്ത ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാണ് കേട്ടത്. ഞാൻ അതിന് പൊക്കോളാം. അച്ഛൻ വിളിച്ചിട്ട് പോവാതിരുന്നാൽ അത് ശരിയാവില്ല. അച്ഛൻ നാളെ പോകുമ്പോൾ എന്നെയും വിളിച്ചോ. ഇവൻ ഇത്രയും ബഹുമാനമാണോ എൻ്റെ അടുത്ത്? സുബഹി നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും നിന്നെ. സുബർക്കത്തോപ്പിലെ ഹൂരെ പോലെ സുന്ദരിയായൊരു പെണ്ണിവളല്ലേ. കവിളിൽ മറുകുള്ള സുന്ദരിയവൾ, കരള് കവർന്നൊരു പൈങ്കിളി. സുബഹി നിസ്കാരത്തിൽ എന്ത് ചോദിച്ചാലും നീ തരൂന്നറിയാം. പഠിച്ചോനെ റബ്ബേ, എൻ്റെ ഈ സഞ്ജുവിൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം താ. ഞാൻ ഇനി ഇങ്ങനെ വിഷമിച്ച് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതാ എനിക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. എൻ്റെ മനസ്സിന് ശക്തി തരണേ. സേവിക, അമ്പല കമ്മിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. രവേട്ടുണ്ട്.
ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്ക ഇത് കഴിഞ്ഞെങ്കിൽ ഒന്ന് അങ്ങോട്ട് പോവോ? അവരോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ എന്താ വരുന്നു. രവിയേട്ട സുഖമല്ലേ? ആഹാ, ഇതിപ്പോ എല്ലാരും ഉണ്ടല്ലോ. ആ സെയ്തേ, ചെറിയ ചെറിയ അസുഖങ്ങളായിട്ട് അങ്ങനെ പോകുന്നു. ഞങ്ങള് അമ്പലത്തിൽ നിന്ന് വന്നതാ. അതെനിക്ക് മനസ്സിലായി. അല്ല, ഇതിലേതാ? രവിയേട്ടന്റെ മോൻ ഞാൻ കുഞ്ഞിലെ കണ്ടതാ. ആ പറയുമ്പോൾ ശരിയാണല്ലോ. ഓ, നീ വലുതായ ശേഷം കണ്ടിട്ടില്ല അല്ലേ? ഇതാ സഞ്ജു രവീന്ദ്രൻ. ഹായ് കാ. ഹായ്. നീ പഠിക്കുന്നുണ്ടോ ചെക്ക? ആ കോളേജ് ലാസ്റ്റ് ഇയറാ. അല്ല, ഇവൻ നിന്റെ സൈനു മോള് പഠിക്കുന്നില്ലേ? അവിടെ തന്നെ. സൈനു ഇല്ലേ? 10ാം ക്ലാസ്സിൽ ഞാൻ കണ്ടതാ കുട്ടിയെ. അച്ഛാ, നിങ്ങൾ സംസാരിക്കുക, ഞാനൊന്ന് പുറത്തു പോവാ. ഇതിലെവിടെയാ ഇവളുടെ റൂം? ഒരുപാട് ജനലുണ്ടല്ലോ. എവിടെ നിന്നാ തപ്പ്? ഇതവളല്ലേ? സൈനു, ഹായ്. പഠിച്ചോനെ, സഞ്ജു നീയാ? ആരെങ്കിലും കണ്ടോ? ഒച്ച വെക്കല്ലേ പെണ്ണെ. നിന്റെ ആങ്ങളമാരറിഞ്ഞാൽ വെട്ടിയെറിഞ്ഞിന് ബിരിയാണി വെക്കും. സൈനു, സോറി ഡി. അപ്പോഴത്തെ ഇമോഷണല് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സോറി. എനിക്ക് നിന്നെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? നീ ഇല്ലെങ്കിൽ ജീവൻ പോകുന്ന പോലെയാ. ഇന്നലെ ഒരു രാത്രി തള്ളി നീക്കാൻ പറ്റിയ പാട് എനിക്കറിയാം. കണ്ണടിക്കുമ്പോൾ നിന്റെ കരഞ്ഞ കണ്ണുകൾ എൻ്റെ മുന്നിൽ. എനിക്ക് നിന്നെ വേണം. ആർക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കൂല നിന്നെ. സഞ്ജു, നീ എന്തൊക്കെയായി പറയുന്നേ? ഇപ്പോഴാ സമാധാനമായ. നീ എന്നോട് സംസാരിച്ചല്ലോ. സഞ്ജു, സൈനു, എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കണം. നമ്മളെപ്പോഴും കാണാറുള്ള ആ ഫോറിൻ ബീച്ചില്ലേ, അവിടെ വരുമോ? ഷാലുവിൽ വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ട് അവിടെ ഇറങ്ങ്. ഞാൻ കാത്തിരിക്കും നിന്നെ അവിടെ. എടാ, എനിക്ക് വരാൻ പറ്റൂല. വീട്ടിലറിഞ്ഞ എന്നെ കൊല്ലും. പ്ലീസ്, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നീ വരുന്നത് വരെ ഞാൻ അവിടെ ഇരിക്കും. പോവില്ല. ഇപ്പം ഞാൻ പോവുകയാണെ ആരെങ്കിലും കണ്ട പ്രശ്നമാവും. ബൈ. സഞ്ജു, എനിക്ക് വരാൻ പറ്റൂല. സഞ്ജു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ ഈ സഹായം ഞങ്ങളുടെ അമ്പലത്തിന് വലിയൊരു സപ്പോർട്ടാണ്. പിന്നെ സെയ്തെ ഫാമിലിയോടെ ഉത്സവത്തിന് അവിടെ എത്തിയേക്കണം. എന്താ രവിയേട്ടാ ഇത്? സഹായം എന്നൊക്കെ പറഞ്ഞില്ല, ഇത് നമ്മുടെ കടമയല്ലേ? മതം ഏതായാലും മനുഷ്യരല്ലേ വലുത്. പിന്നെ ഫാമിലിയോട് എത്തുന്ന കാര്യം ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. എല്ലാ കൊല്ലത്തെ പോലെയും ഇക്കൊല്ലവും എൻ്റെ ഫാമിലി അവിടെ തന്നെ ഉണ്ടാവും. ഉണ്ടായാൽ മാത്രം പോരാ, സൈനുവിനെയും ആമനെയും കൊണ്ട് പാട്ട് പാടിപ്പിക്കണം. കഴിഞ്ഞ വട്ടം പാടാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ട് മുങ്ങിയതാ സൈനുക്കുട്ടി. ഇപ്രാവശ്യം അവളോട് പറഞ്ഞേക്ക്, ഈ രവീന്ദ്ര മാഷ് കൈയോടെ പൂട്ടിക്കുമെന്ന്. അല്ലെങ്കിൽ തന്നെ 10ാം ക്ലാസ്സിൽ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാ. പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല ആള്. ഞാനവിടെ എത്തിക്കാം. പാട്ട് പാടുന്നേക്കാം. മാഷ് എന്നെ നോക്കിക്കോ, അതാ നല്ലത്. ശരി സൈതേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കുറെ അടുത്ത് കയറാനുണ്ട്. അപ്പോ അമ്പലത്തിൽ വെച്ച് കാണാം. രവിയേട്ടാ, ഇനി നിങ്ങൾക്ക് ഒരുപാട് അടുത്ത് കയറാനുള്ളതല്ലേ? എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ. ഇൻഷാ അല്ലാ നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം. ഇക്കാക്കമാരൊക്കെ പോയെന്നാ തോന്നുന്ന. ഈ ടൈമില് ഇത്താത്തമാരെ സോപ്പിട്ട് പതുക്കെ മുങ്ങാം. എവിടെയുണ്ട് ഇത്താത്ത? ആമി, നീ അറിഞ്ഞോ? അമ്പലത്തിൽ ഉത്സവം വരാറായി. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം അത്രയ്ക്ക് അങ്ങോട്ട് വാങ്ങാൻ പറ്റിയില്ല. ഓ, എന്തുത്സവം വന്നാലും എനിക്ക് കണക്കാ. അഫ്സലൊക്കെ ഒന്നും വാങ്ങാൻ വിടൂല. പിന്നെ ഞാൻ എന്തിനാ ഇതിനൊക്കെ സന്തോഷിക്കുന്നത്? ആരാ ഇക്കാക്കമാരില്ലാത്ത സമയത്ത് കുറ്റം പറയുന്ന? ഞാൻ ഇടപെടേണ്ടി വരുമോ? നിങ്ങൾക്ക് എപ്പോഴും കുറ്റങ്ങളേ ഉള്ളൂ. ആഹാ, വന്നല്ലോ. അല്ല, നീ ഇങ്ങോട്ട് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി? അത് ഇത്താത്ത, ഞാൻ അമിതാത്തൻ്റെ വീട്ടിൽ പോവാ. ഷാലു എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ഇന്ന് പോവാന്ന് പറഞ്ഞു. അവൾക്ക് കുറച്ച് ക്ലാസ് എടുത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. എൻ്റെ സൈനു, എൻ്റെ വായിൽ എന്താ പഴമായിരുന്നു? ഇത്ര നേരം ഇക്കാക്കമാരോട് ഉണ്ടായിരുന്നല്ലോ. അപ്പം പറഞ്ഞാൽ ഓര് കൊണ്ടുവിടൂലായിരുന്നു. ഇപ്പൊ നീ ഒറ്റയ്ക്ക് പോകാനാണോ? ഓരറിഞ്ഞ? എൻ്റെ പൊന്നിത്താത്ത, ഇത് അടുത്ത് കാണുന്ന വീടല്ലേ? ഞാൻ പോയിട്ട് പെട്ടെന്ന് വരൂലേ? പിന്നെ ആമിതാത്തൻ്റെ വീടല്ലേ? ഇക്കാക്ക ഒന്നും പറയൂല. അതെ പാത്തുത്ത, അവള് പോയിട്ട് വരട്ടെ. എൻ്റെ വീട്ടിലല്ലേ പോകുന്ന? നീ പോയിട്ട് വാടി. അല്ലെങ്കിൽ തന്നെ പെമ്പിള്ളേരെ ഇങ്ങനെ ഒതുക്കി വെക്കണ്ട. അവരൊക്കെ പുറത്തൊക്കെ പോയി നടക്കണ്ടേ? അല്ലെങ്കിലും എൻ്റെ ആമിതാത്ത മുത്തല്ലേ. ലവ് യു. കൊഞ്ചിക്കൊണ്ടിരിക്കാതെ പോയിട്ട് പെട്ടെന്ന് വാ. ഈ കാക്കമാർ എത്തുന്നതിന് മുന്നേ ഇവിടെ എത്തണം. പറഞ്ഞു മനസ്സിലായോ? അത് ഞാൻ ഏറ്റു. അല്ല, ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ ഇക്കാക്കമാരെ പറ്റി പരദൂഷണം പറഞ്ഞാൽ ഞാനിങ്ങ് വരും. സൈനു, ഞാൻ പോയി. അസ്സലാമു അലൈക്കും. 50 കോടി താരകം കൊണ്ടൊരു കൊട്ടാരം ഞാൻ പണിയാം. അതിൽ 50,000
സൈനുവിന് എന്താ കാണാത്ത? ഇനി വരൂലേ? അവക്കിനോട് പിണക്കമുണ്ടോ? ആ കൊട്ടാരക്കെട്ടിലെ കഴിച്ചോ. ദേവിയായി നിന്നെ ഞാൻ ആഹാ, എന്നെ കാത്തിരുന്ന് ഇതായിരുന്നു ഇവിടെ പണി. നീ എത്തിയോ? എന്താടി ഇത്ര ലേറ്റായി? ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു എന്നറിയോ? ചെമ്പകപ്പൂവേ എനിക്കിങ്ങോട്ട് എത്തണ്ടേ? ചുംബനം അല്ല, എന്തിനാ വരാൻ പറഞ്ഞേ? എനിക്കെന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? സോറി ഡി, ഞാനങ്ങനെയൊന്നും പറയാൻ പാടില്ല. എൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ. ഞാനും കുറച്ചൊക്കെ സ്പേസ് നിനക്ക് തരണ്ടേ? അതൊക്കെ വിട്. നിൻ്റെ ഇക്കാക്കന്മാർ മെയിൻ, അതെനിക്കറിയാം. സഞ്ജു, ഞാനൊരു കാര്യം പറയട്ടെ. ഇക്കാക്കന്മാർ സമ്മതിച്ചില്ലെങ്കിൽ നീ നീ എന്ത് ചെയ്യും? ഞാൻ നിനക്ക് വേണ്ടി എത്ര കാലം വരെ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം, അവർ സമ്മതിക്കുന്നവരെ. സൈനു, നീ കരയണ്ട. അവരൊക്കെ സമ്മതിച്ച് അവരെ സമ്മതത്തോടു കൂടി മാത്രമേ ഞാൻ നിന്നെ സ്വന്തമാക്കൂ. പോരെ? നീ ആ കണ്ണൊക്കെ ഒന്ന് തുടച്ചേ. ഇത് കേൾക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം. ഓരോ എനിക്ക് വേണം, നീയും എനിക്ക് വേണം. രണ്ടാളെ എനിക്ക് വിടാൻ പറ്റൂല. ഓക്കെ അതൊക്കെ വിട്ടെ. ഞാനിപ്പോൾ വിളിച്ചത് സോറി പറയാനും പിന്നെ നീ എന്നോട് മിണ്ടിയല്ലോ. താങ്ക്സ്. അതെനിക്ക് അവിടെ വെച്ച് എന്നെ പറഞ്ഞുകൂടായിരുന്നു. ഇങ്ങോട്ട് എന്നെ വിളിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ശരി, എന്നാൽ ഞാൻ പൊക്കോട്ടെ. നിൻ്റെ സോറി പറച്ചിലും താങ്ക്സ് ഒക്കെ കഴിഞ്ഞില്ലേ? പോവാണോ? എന്നാ എനിക്ക് തരാനുള്ള തന്നിട്ട് വേഗം പൊക്കോ, അല്ലാതെ ഞാൻ വിടൂല. പ്ലീസ്. സഞ്ജു, അതൊക്കെ നമ്മളെ വീട്ടുകാർ സമ്മതിച്ചിട്ട് മതി. ശരി മതി, ഞാനത് നിർബന്ധിപ്പിക്കില്ല. എന്നാ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പോട്ടെ. ശരി, നിനക്കെന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. എന്നാ നീ പൊക്കോ, നമുക്ക് കോളേജിൽ വെച്ച് കാണാം. എനിക്ക് നിന്നോട് ദേഷ്യപ്പെട്ടിരിക്കാൻ പറ്റുമോ? നീ വന്ന് സംസാരിച്ചാൽ ആ ദേഷ്യമൊക്കെ പോവും. ഞാൻ പോട്ടെ. സൈനു, മിസ് യു. ബൈ. സഞ്ജു, ഞാൻ ശരിക്കും പോട്ടെ. ചെല്ല്, വീട്ടിൽ കള്ളം പറഞ്ഞിട്ടല്ലേ വന്ന. അവരെന്നെ തേടി ഇറങ്ങണ്ട. നീ പൊക്കോ, നമുക്ക് കോളേജിൽ വെച്ച് കാണാം. ശരിക്കും ഞാൻ പോട്ടെ. പൊക്കോ, നോക്കി പൊക്കോ. വീട്ടിലെത്തിയിട്ട് എന്നെ വിളിക്കേ. സഞ്ജു, എന്താടി പറയ്, എന്തുറ്റി? എന്താ പോകുന്നില്ലേ? പോണം. സഞ്ജു, എനിക്ക് പോകാൻ തോന്നുന്നില്ല. തോന്നില്ലേ? അതെന്താ സൈനു? സൈനു, ഇനി ഞാൻ പൊക്കോട്ടെ. നിക്കടി. മതി. ഇനി ഞാൻ പൊക്കോട്ടെ. നമുക്ക് കോളേജിൽ വെച്ച് കാണാം. ഇവിടെ വെച്ച് ആരെങ്കിലും കണ്ടാൽ അതിന് പ്രശ്നമാവും. പോട്ടെ. വെറുതെ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. പൊക്കോ. സഞ്ജു, താങ്ക്സ് എന്നെ മനസ്സിലാക്കുന്നതിന്. ഞാൻ പോയിട്ട് വിളിക്കാം. ബൈ. പോയിട്ട് വിളിക്കേ. മിസ് യു. നിങ്ങൾ എത്തിയോ? ഞാൻ കണ്ടില്ല, കുറച്ച് തിരക്കിലായിപ്പോയി. വാ. ഒന്നും സാരമില്ല. രവിയുടെ തിരക്കൊക്കെ നോക്കിക്കോ, ഞങ്ങളിവിടെ ഉണ്ടാവും. അല്ല, സൈനുമോളെവിടെ? ഞാൻ ഇപ്രാവശ്യം കൈയോടെ പൊക്കും, നോക്കിക്കോ. എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം വന്ന് നിന്നെ ഒരു പാട്ട് പാടിപ്പിക്കാൻ. അതിനെന്താ, അവളിവിടെ തന്നെ ഉണ്ടല്ലോ. ഇയാൾക്കെന്താ നിന്നെ പാടിപ്പിച്ചില്ലെങ്കിൽ ഉറക്കം വരൂലേ സൈനു? ഹംസത്തെ പതുക്കെ പറയും, സോറി കേൾക്കും. സൈനു, അതിനൊക്കെ കുപ്പികളൊക്കെ വന്നിട്ടുണ്ടടി. ആഫ്സലിക്ക, എനിക്ക് കുറച്ച് പൈസ തരുമോ? ഞാൻ വാങ്ങിക്കോട്ടെ. കുപ്പികളൊന്നും വേണ്ട, താഴെ വേണാൽ പൊട്ടിപ്പോ. അതൊക്കെ എന്തിനാ വെറുതെ പൈസ കളയാൻ? നീ ഇങ്ങോട്ട് വന്നേ. ആമിതാത്ത, ഇപ്പം സന്തോഷമായില്ലേ?
താഴെ വീണ പൊട്ടിപ്പോവും അത്രേ. അല്ലെങ്കിലും നിന്റെ ആങ്ങളെ കൊണ്ട് ഇതിനല്ലേ പറ്റും. പോടാ. അതോ ഇതാ ഇത് പിടിക്ക്. സൈനുവിനും ആമിക്കും നിനക്കും എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോ. ശരി കാക്ക, പിള്ളേരെ വാ. അമിതാത്ത ദിയാ നോക്കിയേ, എന്റെ പടച്ചോനെ എന്ത് രസാ. ആമിതാത്ത നോക്കാനില്ല, പകരം ഞാൻ നോക്കിയാൽ മതിയോ? സഞ്ജു നീയോ? അവരൊക്കെ സാധനം വാങ്ങാൻ നേരത്തെ ഓടി. നീ ഇവിടെ വായി നോക്കി നിന്നോണ്ട് കണ്ടില്ല. നീ എന്നെ വായി നോക്കിക്കൊണ്ട് നിന്ന് കാണും, അതായിരിക്കും കണ്ടത് അല്ലേ? നീ വാ, ഒരു കാര്യം തരാനുണ്ട്. ഞാനൊന്നുമില്ല. ആരെങ്കിലും കണ്ട സഞ്ജു വേണ്ട. ഇങ്ങോട്ട് വാടി, കൈ കാണിക്കും. സഞ്ജു കുപ്പി കളയോ? കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാ ഇത് നിന്റെ കയ്യിലിട്ട് കാണാൻ. നല്ല രസമുണ്ട്. ഈ കളർ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. സഞ്ജു താങ്ക്സ്, എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. ഇഷ്ടമായെങ്കിൽ തിരിച്ച് എന്തെങ്കിലുമൊക്കെ തരാം. തരാം. ഞാനൊന്നും പറയുന്നില്ല. അമ്പലത്തിലാണോ നിന്റെ കളി? മാറ്. ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല പിള്ളേരെ, കുറേ ആയാലേ വന്നിട്ട്, നമുക്ക് പോണ്ടേ? ടൈമായി. പോവാനായോ? അല്ല സൈനു അവിടെ? ഓളും ആമീൻ ഇത്താത്തയെല്ലാം സാധനം വാങ്ങാൻ പറഞ്ഞ് ഓടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അമ്പലത്തിലുള്ള സകല സാധനം വാങ്ങിച്ചിട്ടേ ഓര് തിരിച്ചെത്തും. ഏയ്, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല മാഷെ. അത്യാവശ്യമുള്ളത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇപ്പോഴല്ലേ വാങ്ങാൻ പറ്റൂ, ഇതൊക്കെ വർഷത്തിൽ കിട്ടുന്നതല്ലേ അല്ലേ ആമി? അല്ല നിങ്ങളുടെ നിൽക്കാൻ പറ്റി അവിടെ? ഇനി വിളിക്ക്. 10ാം ക്ലാസ്സിൽ ഞാൻ കേട്ടതാ അവളെ സൗണ്ട്. അതിനുശേഷം ഇന്നേ വരെ കേട്ടിട്ടില്ല. അവളെ കണ്ട് പാടിച്ചിട്ടേ ഞാൻ ഇന്ന് വിടുള്ളൂ. സൈനു, നിന്നെയാ മാഷ് തേടുന്നേ. അത് തന്നെ, എത്ര കാലമായിട്ട് മാഷ് കാണുമ്പോഴൊക്കെ പറയും ഇവളെ മാഷിനെ പറ്റിച്ചിട്ടാ പോകുന്നത്. ഇന്നെന്തായാലും പാടിക്കൊടുക്കും സൈനു. ശരി, ഇന്നെന്തായാലും ഞാൻ മാഷക്ക് ഒരു പാട്ട് പാടാം. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്, അതിലേത് ജാതിക്കും കേറാമിന്നാക്ക്, അതിവേഗം നിസ്കാര പായ വിരിക്ക്, പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. സൈനു മോളെ അസലായിട്ടുണ്ട്. ആ പാട്ട് പോലെ തന്നെ ആ പാട്ടിലെ വരികളും നല്ല മനോഹര. അവള് പറഞ്ഞ പോലെ മനുഷ്യനല്ലേ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റൂ, അല്ലാണ്ട് മതത്തിനോ ജാതിക്കോ അല്ലല്ലോ. മാഷിന് ഒത്തിരി സന്തോഷമായി. മനുഷ്യനല്ലേ മനുഷ്യനെ മനസ്സിലാക്കേണ്ട, അവിടെ മതവും ജാതിയൊക്കെ രണ്ടാമതല്ലേ അല്ലേ മാഷേ? സഞ്ജു എന്താ? ഒന്ന് അമ്പലത്തിൻ്റെ പിറകെ വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വരില്ല. ഞാൻ കാത്തിരിക്കും, വേഗം വാ. പടച്ചോനെ, ഇവൻ എന്തിന്റെ പുറപ്പാടാ? സഞ്ജു എന്താ എന്നെ വിളിച്ച? അവരൊക്കെ പോവാൻ നിൽക്ക്, എനിക്ക് പോണം, പറ പെട്ടെന്ന്. നിക്കടി, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നീ പാടിയ പാട്ട് അത് നന്നായിട്ടുണ്ട്. ഇന്നത്തെ തലമുറ ആ പാട്ട് കേൾക്കണം. ഇത് പറയാനാണോ? ഇത് നാളെ കോളേജിൽ വെച്ച് പറഞ്ഞാലും മതിയില്ലേ? എന്താ സഞ്ജു ഇത്? ആരെങ്കിലും കണ്ട നിന്നെ എന്നെയും പറപ്പിക്കും ഇവിടെ നിന്ന്. ശരി, എന്തായാലും പറഞ്ഞില്ലേ, ഇനി ഞാൻ പോട്ടെ. എടി, ആ കുപ്പിയോല ഇട്ടെന്നെങ്കിലും ഒരു ഉമ്മ വന്നിട്ട് പോടി. എന്ത് പാടി ഇത്? ഇതിനാണോ നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? ആണോന്ന്? ഇതിനല്ല, ഞാൻ നിന്റെ പാട്ട് കൊള്ളാമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. പക്ഷേ വന്നപ്പോൾ നിനക്ക് ഉമ്മ വേണം. ശരി, ഇങ്ങ് വാ. ആ കണ്ണടച്ചേ, ഞാൻ തരാം. ഞാൻ കണ്ണടച്ചു. ചീറ്റിയരുതേ. കണ്ണടച്ച് നിന്നു അവിടെ തന്നെ നിന്ന് ഞാൻ പോവാം. നിക്കടി അവിടെ. സഞ്ജു വിട്ടേ. എവിടെ ഓടുവാ? ദേ സഞ്ജു വിട്ടേ. ഇത് അമ്പലവ, ഇവിടെ ഇതൊന്നും പാടില്ല. ഇനി എൻ്റെ ദൈവം നമ്മളെ ശപിക്കും ഇങ്ങനെയാണെങ്കിൽ. അതുകൊണ്ടല്ലേ അമ്പലത്തിന് പുറകെ ഞാൻ നിന്നെ കൊണ്ടുവന്നത്. ഇവിടെ കുഴപ്പമില്ലടി. സഞ്ജു. എന്താ സൈനു? കൊനിക്ക. അഫ്സലേ, അവളെയും കൂട്ടി വേഗം വാ, നമുക്ക് വീട്ടിൽ പോവാം. ഇക്ക, അത് ഞാൻ. അഫ്സലേ, ഫൈസി കൂട്ടിക്കൊണ്ട് വാ. വീട്ടിൽ പോയിട്ട് നമുക്ക് സംസാരിക്കാം. ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. വല്ലിക്ക, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നോടൊന്ന് സംസാരിക്കേ. എന്താ നിനക്ക് പറയാനുള്ളത്? കണ്ടില്ലേ, കണ്ടവന്മാരുടെ കൂടെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാ. ഫൈസി വേണ്ട. ഇതമ്പലം, ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്.
വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. രവിയേട്ടാ, ഞങ്ങളുടെ മോനായതുകൊണ്ട് മാത്രം ഞങ്ങളുടെ പെങ്ങളുടെ ദേഹത്ത് കൈവച്ചിട്ട് ഞങ്ങളൊന്നും ചെയ്യാത്ത മോനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിപ്പിക്ക്. അച്ഛനറിയില്ല, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സൈനു ഞാനും കുറേ വർഷങ്ങളായിട്ട് സ്നേഹത്തിലാണ്. നിങ്ങളോട് പറയാൻ പേടിയായതുകൊണ്ട് ഞങ്ങൾ പറയാത്ത. വാ അടയ്ക്കടാ, ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ പറ്റി പറയുന്നു. ഇനി ആ വാ തുറന്നാൽ ചിലപ്പോൾ നിങ്ങളെന്നെ തല്ലിയാലും കുഴപ്പമില്ല. ധൈര്യത്തോടെ ഞാൻ പറയും, എനിക്ക് സൈനുവിനെ ഇഷ്ടം, അവൾക്ക് എന്നെയും. ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടം. അതിനിപ്പോൾ ആരെന്ത് ചെയ്താലും നിനക്കിഷ്ടപ്പെടാൻ ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ തന്നെ കിട്ടിയോളാം. മര്യാദയ്ക്ക് മനസ്സിലുള്ളതൊക്കെ അങ്ങ് മാച്ച് കളഞ്ഞേക്ക്. ഈ ബന്ധം ഒരിക്കലും നടക്കില്ല. ഞങ്ങൾ സമ്മതിക്കൂല ഇതിന്. നീ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മറന്നേക്ക്. ഒരിക്കലും ഞങ്ങൾ ഇതിന് സമ്മതിക്കില്ല. ഫൈസി, അഫ്സലേ, അവളെ കൊണ്ട് വാ, നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. സഞ്ജു, സൈനു, നിന്നോടല്ലേ പറഞ്ഞ വീട്ടിലേക്ക് വരാൻ? ഞാൻ സഞ്ജു, ഇനി എന്ത് നോക്കി നിക്ക, വീട്ടിൽ വാ. അവിടെ എത്തിട്ട് നമുക്ക് സംസാരിക്കണം. വാ. ആ ചെക്കൻ എന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ സത്യമാണോ? നീയും അവനും എത്ര കാലമായി ഈ പ്രേമം തുടങ്ങിയിട്ട്? ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കുന്നുണ്ടോ? വാ തുറന്ന് പറ, എത്ര കാലമായി? ഞാനൊന്ന് പറയട്ടെ. നിങ്ങളോടൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ പേടിയായതുകൊണ്ടാണ് ഞാൻ പറയാത്ത. എന്നോട് ഞാൻ ചോദിച്ചത് അവന് നീ ഇഷ്ടത്തിലായിട്ട് എത്ര കാലമായിന്നാ. അതിനുള്ള മറുപടി പറ. അത് 6 വർഷമായിട്ട് സഞ്ജു ഞാനും ഇഷ്ടത്തിലായിട്ട്. നിങ്ങളെന്തിനാ എന്നെ തല്ലുന്നേ? ഞാനിതിലിപ്പോ എന്താ ചെയ്ത? ഓളല്ലേ സ്നേഹിച്ചേ? ഓനോള് 6 വർഷമായിട്ട് സ്നേഹിക്കാം. അന്നല്ലേ ഞാൻ അവളെ ഏൽപ്പിച്ച നന്നായിട്ട് നോക്കാൻ. എന്നിട്ട് നീ ഇവിടെ എന്താക്കുമായിരുന്നു? അവള് സ്നേഹിച്ചു തന്നെ നീ അത് കണ്ടുപിടിച്ച് തീർത്തണ്ടേ അവളെ? എന്നോടുള്ള ദേഷ്യം ഈ തതനോട് തീർക്കല്ലേ? ഈ തതക്കൊന്നും അറിയില്ല. ഞാനാ തെറ്റിയത്. മനസ്സിൽ കയറിപ്പോയി. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് പറ്റണില്ലേക്കാക്ക അവനെ മറക്കാൻ. അതുകൊണ്ടല്ലേ. അപ്പോൾ ഈ 6 വർഷം ഈ അമ്മളൊക്കെ വിഡ്ഢികളാക്കുമായിരുന്നു അല്ലേ? കണ്ട കാഫിറിനെ മനസ്സിൽ കയറ്റി വെച്ചിട്ട് ഈ അമ്മളോടൊക്കെ ചിരിച്ചു കാണിക്കുമായിരുന്നല്ലേ? ഇന്ന് അമ്പലത്തിൽ വല്ലിക്കൊക്കെ തലകുനി നിന്ന് നീ കണ്ടില്ലേ? അന്ന് ആചാര്യ മോളെ കാര്യത്തിൽ ഇവള് സപ്പോർട്ട് ചെയ്തപ്പോഴേ ഞാൻ കൊടുത്തതാ. അന്ന് നിങ്ങൾക്കൊക്കെ ആയിരുന്നില്ലേ പ്രശ്നം? ഇപ്പം എന്തായി? ഞങ്ങളുടെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഈ അവനെ കെട്ടൂല. നീ ഞങ്ങളുടെ പെങ്ങള, ഞങ്ങൾ പറയണ കേൾക്കും. കുഞ്ഞിക്ക, എനിക്ക് അവനോട് ജീവിക്കണമെന്നൊന്നുമില്ല. പക്ഷെങ്കിൽ എനിക്ക് മറക്കാൻ കഴിയൂല. നിങ്ങളൊക്കെ അല്ലേ എനിക്ക് വലുത്. നിങ്ങളുടെ കൂടെ ഞാനിവിടെ സന്തോഷമായിട്ട് ജീവിക്കും. പക്ഷെങ്കിൽ ഓനെ മറക്കാൻ മാത്രം എന്നോട് പറയരുത്. ഇനി ഈ വീട്ടിന്റെ പുറത്തിറങ്ങുന്ന എനിക്കൊന്ന് കാണണം. നിന്നെ തോളത്തേറ്റ് വളർത്തി ഞങ്ങളോട് തന്നെ നിനക്കത് ചെയ്യണമായിരുന്നു. ആ കാഫറായിട്ടുള്ള ബന്ധം തീർത്ത് ഈ വീട്ടിൽ നീ ഞങ്ങളുടെ പെങ്ങളായിട്ട് ജീവിക്കണം. മനസ്സിലായോ? വലുക്ക, ഞാൻ അവനെ കാണാതിരുന്നോളാം. എനിക്ക് നിങ്ങളൊക്കെ മതി. പറ്റൂല. ഇവനെ കാണാനോ സംസാരിക്കാനോ ഒന്നിനും പറ്റൂല. നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുമായിട്ട്, നമ്മുടെ മതത്തിലുള്ള ഒരാളുമായിട്ട്. അതിന് നീ സമ്മതിക്കണം. ഇല്ലാന്നുണ്ടെങ്കിലും വല്ലിക്കാക്കാനെ നീ കാണൂല. വല്ലിക്കാക്ക പ്ലീസ്, ഞാൻ അവനെ കാണൂല, സംസാരിക്കൂല. അവൻ്റെ കൂടെ ജീവിക്കണ്ട എനിക്ക്. പക്ഷേങ്കിൽ വേറൊരാളെ കെട്ടാൻ മാത്രം എന്നോട് പറയരുത്. എന്റെ മനസ്സിൽ ഓൻ കയറിപ്പോയി കാക്ക, പ്ലീസ്. ആ മനസ്സിൽ കയറിയവനെ ഇറക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇക്കാക്കന്മാർ നിനക്കിനി ഇല്ല. ഓന് വേണ്ടിയിട്ടാ നീ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയുന്ന. ഫൈസി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ മനഃപൂർവ്വമല്ല. ഞാൻ നിങ്ങളുടെ പെങ്ങളായിട്ട് ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ജീവിച്ചോളാം. പക്ഷേങ്കിൽ വേറൊരാളെ കെട്ടാൻ മാത്രം എന്നോട് പറയരുത്, പ്ലീസ് ഇക്കാക്ക. ഈ സൈനുവിനൊന്നും മനസ്സിലാക്ക്. അവന് വേണ്ടി ഈ വീണ്ടും മൂലയിൽ നീ കാത്തിരിക്കാന്നാണെങ്കിൽ അത് നടക്കൂല. അങ്ങനെയാണെങ്കിൽ ഓനെ ഞാൻ അങ്ങ് തീർക്കും. എന്നിട്ട് ഞാൻ ജയിലിൽ പോവും. ഇത് അഫ്സലിന്റെ വാക്കാ. അഫ്സലേ, മതി. എന്തൊക്കെയാ നീയൊക്കെ വിളിച്ച് പറയുന്ന? ഓക്കൊരു തെറ്റ് പറ്റിപ്പോയി. കുറച്ച് സമയം കൊടുക്ക്. ആമി അവളെ റൂമിൽ കൊണ്ടുപോ. എല്ലാരും കൂടെ അതിനായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. തെറ്റ് പറ്റാത്തവരായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന്?
ഇത്തത്തെ പറഞ്ഞതല്ലേ ശരി. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഓളം മണ്ടയ്ക്ക് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനങ്ങ് ചെയ്യും. ഓനെയും കൊന്ന് ഞാനങ്ങ് ജയിലിൽ പോകും. അപ്പം പിന്നെ ഇവക്കിവിടെ കാത്തിരിക്കേണ്ടി വരൂലല്ലോ. കുഞ്ഞിക്ക, എൻ്റെ കാര്യത്തിൽ ഓനൊന്നും ചെയ്യരുത്. ഓൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവൂല. കണ്ട ഇബ്ലീസൊക്കെ വേണ്ടി മരിക്കാനാണോ നിന്നെ ഈ നെഞ്ചിലിട്ട് ഞാൻ വളർത്തിയത്? ആണോന്ന്? അതിനു വേണ്ടിയിട്ടാണോ ഊണും ഉറക്കമില്ലാതെ നിനക്കൊക്കെ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത്? എന്നാ നീ പോയി മരിക്കേ. ഓന് വേണ്ടിയിട്ട് നീ ഇവിടെ കിടന്ന് ചത്തോ? ആർക്കും ഒരു കുഴപ്പമില്ല. അവള് പറയുന്ന കേൾക്കുന്നില്ലേ? ഓൻ എന്തെങ്കിലും പറ്റിയാവും, ഓളും മരിക്കുമെന്ന്. മരിക്കട്ടെ, എനിക്കെന്താ? വിളിച്ച് പറയുന്ന ഓള് അറിയാതെ പറഞ്ഞു പോയതല്ലേ. ഇതൊക്കെ വേണ്ട. ഇതൊക്കെ പറഞ്ഞ സത്യമല്ലേ? അവൾ പറഞ്ഞു കേട്ടില്ലേ? ഓന് വേണ്ടി അവൾ മരിക്കുമെന്ന്. അപ്പം നമ്മൾ ആരാ അവക്ക്? സൈനു, നിന്നെ ചങ്കിക്കൊണ്ട് നടക്കുന്ന ഞങ്ങളോട് തന്നെ നിനക്കിത് വേണോ? ഇന്നലെ കണ്ട അവന് വേണ്ടി നീ നിന്റെ ജീവൻ കളയാൻ റെഡിയാ. പക്ഷേ ഇത്രയും കാലം എടുത്തു വളർത്തിയ ഞങ്ങൾക്ക് വേണ്ടി നീ അവനും മറക്കൂല. അതല്ലേ അതിനർത്ഥം? അഫ്സലിക്ക, നിങ്ങൾ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? അവള് വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ. ഇതൊക്കെ വിട്. മതി, എല്ലാവരും ഇറങ്ങിക്കോ. സുബൈക്ക് എണീക്കാനുള്ളതല്ലേ, പൊക്കോ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഇവൻ തലകുനിഞ്ഞിരിക്കുന്നു. എന്താ പ്രശ്നം? എന്തോ ഉണ്ടായിട്ടുണ്ട്. എന്നോടൂടെ ഒന്ന് പറയും. എന്തോ ഉണ്ടായിട്ടുണ്ടെന്നല്ല, ഉണ്ട്. നീ നിന്റെ മോനോട് ചോദിക്കും, അവൻ പറഞ്ഞു തരും. പറഞ്ഞു കൊടുക്കടാ നിന്റെ അമ്മയ്ക്ക്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? സഞ്ജു, അമ്മയുടെ മുഖത്തൊക്കെ നോക്ക്. കാര്യം പറ, എന്തു പറ്റി? അത് അമ്മ, ഞാൻ എന്താടാ വിക്കി കളിക്കുന്ന? പറ. അവന് പറയാൻ പറ്റൂല. അവൻ ചെയ്ത് തെറ്റായതുകൊണ്ട് അവന് പറയാൻ പറ്റൂല. ഞാൻ പറയാം. അവന് ആ സെയ്ദിന്റെ പെങ്ങളില്ലേ സൈനു, അവളുമായിട്ട് പ്രേമത്തില. കുറെ കാലമായെന്നൊക്കെ രണ്ടും പറയുന്ന. ഇതൊക്കെ വല്ലതും നടക്കുമെന്ന് വെച്ചിട്ടാണോ രണ്ടിന്റെയും കളി? ഇന്നവരുടെ മുമ്പിൽ എന്റെ തല കുനിഞ്ഞു പോയി. ആണോടാ? അച്ഛൻ പറയുന്നതൊക്കെ സത്യമാണോ? ആ, എനിക്കവളെ ഇഷ്ടം. മറക്കാൻ കഴിയൂല. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും ഈ നാട്ടിൽ തന്നെ, ഉറപ്പാ. ഞാനോളം എത്ര കാലം വരെ വേണമെങ്കിലും കാത്തിരിക്കും. അതിനാരുടെ സമ്മതം ഞങ്ങൾക്ക് വേണ്ടല്ലോ. പക്ഷെങ്കിലും മറക്കാൻ പറ്റൂല. സഞ്ജു, എന്തൊക്കെയാടാ ഈ വിളിച്ച് പറയുന്നത്? അവള് ജാതി വേറെയല്ലേ? ഈ നാട് നിനക്കറിയാന്നുള്ളതല്ലേ? നിങ്ങള് ജാതി മതവും നോക്കാതെയല്ലേ രണ്ടും സ്നേഹിച്ചത്. ഇനിയിപ്പോ ജാതി മതവും നോക്കി അങ്ങ് പിരിയട്ടെ. അല്ലാതെ ഞാൻ എന്തു പറയാനാ? ഈ നാട്ടില് മുസ്ലിംസിന് എന്ത് വന്നാലും ഹിന്ദുക്കും, ഹിന്ദുവിന് എന്ത് വന്നാലും മുസ്ലിംസും ജീവൻ കൊടുത്ത് നിൽക്കുന്നതാ. ഈയിടയ്ക്ക് നിങ്ങളായിട്ട് ഒരു ലഹള ഉണ്ടാക്കരുത്. ഇത് ഈ അച്ഛൻ്റെ അപേക്ഷയായിട്ട് കാണണം നീ. എന്നേനാ ആ പാവം പെണ്ണിന് ഒരുപാട് കിട്ടിക്കാണും വീട്ടിൽ നിന്ന്. 3 ആങ്ങളമാരും കൂടെ അതിനെ ബാക്കി വെച്ചാൽ മതിയായിരുന്നു. ഞാൻ പോവോ കിടക്കാൻ? ഈശ്വര, സൈനിന് അവരെന്തെങ്കിലും ചെയ്യോ? ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എടാ, നീ വിഷമിക്കാതെ. നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ അത് ഒന്നിക്കെ തന്നെ ചെയ്യും. നീ ചെന്ന് കിടക്ക്, ചെല്ല്. പഠിച്ചവനെ, ഞാൻ കാരണം എന്റെ പള്ളിക്കൊക്കെ എന്നെ കണ്ടു നിറഞ്ഞു. എന്നെ നുള്ളി നോവിക്കാത്തവര് ഇന്നെന്നെ അടിച്ചു. ഒക്കത്തിനും കാരണം ഞാനിങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടല്ലേ അവർക്ക് ഇത്രയും സങ്കടം. എന്തിനാ പഠിച്ചവനെ ഇത്രയ്ക്കും വേദന തരാനാണെങ്കിൽ ഞങ്ങളെ തമ്മിൽ കാണിപ്പിച്ച് സ്നേഹിപ്പിച്ച് ഇതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല. എന്റെ നെഞ്ച് പൊട്ടി പോവാ. പഠിച്ചവനെ, നീ കാണുന്നില്ല ഇതൊന്നും? അതോ ഓളെ നമ്മളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നിട്ട് അവൾക്ക് വേണ്ടി അവൾക്ക് നമ്മുടെ സ്നേഹമൊന്നും കണ്ണി കാണുന്നില്ലേ? അവളുടെ പ്രായം അതല്ലേ? ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നത്? അപ്പോ അതൊക്കെ മനസ്സിലാക്കിക്കൂടെ? ഓം വേറെ ജാതിയല്ലായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനും. പക്ഷെ നാടിന് മുസ്ലിംസിനെ പറ്റി മഹിമ പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ നാട്ടുകാര് നമ്മളെ നോക്കി ചിരിക്കൂലേ? നാളെ പുറത്തിറങ്ങുമ്പോൾ അവർ നമ്മളെ നോക്കി കളിയാക്കൂലേ? ഒരു ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരൂലേ? നാട്ടുകാരെ പറ്റി നമുക്കറിയാന്നുള്ളതല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ഉപ്പായുമായി മരിച്ചപ്പോൾ ഓരൊക്കെ എന്തൊക്കെ പറഞ്ഞത്? നിങ്ങളെ 3 സഹോദരങ്ങളെ നോക്കാൻ പറ്റില്ല, എത്തിങ്ങനെ കൊണ്ടാക്കാന്നല്ലേ? എന്നിട്ട് ഓരോ വാക്ക് നിങ്ങൾ കേട്ടോ? കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും
നോക്കിയില്ലേ, അവരെ വളർത്തിയില്ലേ? നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചപ്പോൾ ഈ നാട്ടുകാരെന്താ പറഞ്ഞ? നിങ്ങളുടെ ലൈഫിൽ ഒരു പെണ്ണ് വന്നു, ഇനി ഈ പിള്ളേരെ തിരിഞ്ഞു നോക്കൂല എന്ന്. എന്നിട്ട് ആ വാക്ക് നിങ്ങൾ കേട്ടിട്ട് പിള്ളേരെ നോക്കാതിരുന്നിട്ടുണ്ടോ? എന്നിട്ടിപ്പോ നിങ്ങൾ വളർത്തി വലുതാക്കിയ സൈനുവിന്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾക്ക് നാട്ടുകാരാണോ വലുത്? ഇക്ക, നിങ്ങളൊന്ന് സമാധാനമായിട്ടൊന്ന് ആലോചിക്കുക. അവളെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കിപ്പിക്കാം. എന്നിട്ട് കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കാം. മതമല്ല മനുഷ്യനല്ലേ വലുതെന്നല്ലേ നിങ്ങൾ പറയാറ്? കുഞ്ഞിക്ക പറയും പോലെ ഞാൻ കാരണം ഓരോനെന്തെങ്കിലും ചെയ്യോ, സഞ്ജുവിനെന്തെങ്കിലും പറ്റിയ പിന്നെ എനിക്ക് ഇക്കക്കന്മാരെ കൂടെ ജീവിച്ചു കോരുന്നില്ല. പക്ഷെങ്കിൽ സഞ്ജുവിനെ എനിക്ക് വേണം. രണ്ടുമായിട്ട് എനിക്ക് പറ്റൂലെന്നറിയാം. പഠിച്ചവനെ എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന? ഇതിന് ഞാൻ തന്നെ ഒരു വഴി കണ്ടെത്തണം. ഞാൻ സന്തോഷിച്ചില്ലെങ്കിലും എൻ്റെ ഇക്കക്കന്മാർ സങ്കടപ്പെടരുത്. അസ്സലാമു അലൈക്കും ഇക്കക്ക, ഇത് ഞാനാ, നിങ്ങളുടെ സൈനു. എനിക്കറിയാം ഇപ്പോൾ ഞാൻ കാരണം എൻ്റെ ഇക്കക്കന്മാർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെന്നറിയാം. ഇങ്ങനെയാണ് നിങ്ങളെ സങ്കടപ്പെടുത്തണമെന്ന് സൈനു സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇക്കാക്ക. നിങ്ങൾക്ക് വേണ്ടി ഓനെ മറക്കണമെന്ന് പലതവണ വിചാരിച്ചത്, പക്ഷേങ്കിൽ കഴിയണില്ല എനിക്ക്. അവനില്ലാതെ ജീവിക്കാനും പറ്റില്ല. ഞാനിങ്ങനെ ജീവിച്ചാൽ അത് നിങ്ങൾ കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ, അതെനിക്കറിയാം. ജാതിക്കും മതത്തിനും മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഈ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാനും കഴിയില്ലെന്നറിയാം. ഒക്കെ മതിയാക്കി വേറൊരു ജീവിതം അത് സൈനുവിനെ കൊണ്ട് പറ്റാത്തോണ്ടാ സൈനു ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളോടൊപ്പം ജീവിച്ചെനിക്ക് കൊതി തീർന്നിട്ടില്ല. പക്ഷേങ്കിൽ ഇക്കാക്ക, ഞാൻ പോവുക. ഇത്തത്തമാരോട് എൻ്റെ ഇക്കാക്കമാരെ നല്ലപോലെ നോക്കണം. ഈ സൈനുവിനെ ആരും വെറുക്കരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കണം, വിഷമിച്ചിട്ടുണ്ടെങ്കിലും മാപ്പ്. നാളത്തെ സുബഹി വരെ കാത്തിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ പോവുക ഇക്കാക്ക. ഉപ്പാൻ്റെ ഉമ്മാരുടെ അടുത്ത് അവിടെ ഞാൻ ഉണ്ടാവും. അസ്സലാമു അലൈക്കും. നിങ്ങളൊക്കെ വിട്ടിട്ട് സൈനിന് പോകാൻ കഴിയൂല. പക്ഷേങ്കിൽ ഇവിടെ ഇങ്ങനെ ജീവിക്കാനും എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ അറിയാതെ ചെയ്തു പോയത്. അതിൽ നിന്ന് പുറത്തു വരാനും എന്നെ കൊണ്ട് പറ്റണില്ല. സാരില്ല, നിങ്ങളൊക്കെ നല്ല ഓർമ്മ എൻ്റെ കൂടെ ഉണ്ട്. അത് മതി എനിക്ക്. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോവുക സൈനു. ഫൈസി. സൈനു, സ്വപ്നമായിരുന്നു ഇതൊക്കെ? എൻ്റെ മനസ്സൊക്കെ എന്താ ഇങ്ങനെ ഇടഞ്ഞിടിക്കുന്നത്? അവൾ അത്രയും കുറ്റം പറയേണ്ടായിരുന്നു. അവൾക്ക് അറിയാതെ പറ്റിപ്പോയതല്ലേ. എല്ലാവരുടെ കൂടെ നിന്ന് ഞാനും കൂടെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഭാവം. ഏതായാലും ഒന്ന് പോയി കണ്ടേക്കാം. ഉറങ്ങുവാണെങ്കിൽ ശല്യം ചെയ്യണ്ട. അവളെ കണ്ടില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടൂല. ഒന്ന് പോയി നോക്കാം. സൈനു, വാതിലോർക്ക്. ഞാനാ ഫൈസി. ഓ, വാതിൽ പൂട്ടിയിട്ടില്ലല്ലോ. കരഞ്ഞെറിഞ്ഞ പാവം ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ശല്യം ചെയ്യണ്ട, നോക്കിയിട്ട് തിരിച്ചു പോവാം. ബെഡിൽ ആളില്ലല്ലോ. ഇവളത് എവിടെ പോയി? അല്ല, താഴെ ഇതെന്താ? ചോരയല്ലേ ഇത്? സൈനു, ഇത് പഠിച്ചോനെ. സൈനു, നീ എന്താ ഈ ചെയ്ത്? സൈനു, ഫൈസി. ഓന് വേണ്ടിപ്പോ ചാവാൻ പറഞ്ഞപ്പോ ഓളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നമ്മളെല്ലാവരും കൂടെ കുറ്റപ്പെടുത്തിയപ്പോൾ പാവത്തിന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലേക്കാക. അതുകൊണ്ടായിരിക്കും. അതിന് ഇത്രയും വലിയ ശിക്ഷ നമുക്ക് തരണമായിരുന്നോ ഫൈസി? അവൾക്ക് അവളോട് വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിലും പിറ്റേന്ന് തന്നെ ഞങ്ങൾ പോയി മിണ്ടില്ലേ? ഇത്രയും സ്നേഹം കൊടുത്തതിനും വളർത്തിയിട്ട് അവളൊരു തെറ്റ് ചെയ്തപ്പോൾ നിങ്ങളൊക്കെ കൂടി അവളെ ഒറ്റപ്പെടുത്തിയില്ലേ? ഞാൻ പറഞ്ഞതല്ലേ അവൾക്ക് സമയം കൂടെ അവൾ ശരിയാവുമെന്ന്. ഈ ലോകത്ത് അവൾ എന്താ സഹിക്കും. പക്ഷെ നിങ്ങൾ അവളെ ഒറ്റപ്പെടുത്തിയ ഈ കഥ പറഞ്ഞത് ശരിയാ. നിങ്ങളെ മൂന്നാളോ കാരണം അവൾ അത്രയ്ക്കും പറഞ്ഞില്ല ഇന്നലെ. അതിന് സഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത്. അവൾക്ക് നിങ്ങളെന്ന് പറഞ്ഞ ജീവന. ഓനെ നോക്കൂല, സംസാരിക്കൂല. എനിക്ക് നിക്കാക്കാൻ മതിയെന്ന് അത് പറഞ്ഞതല്ലേ. എന്നിട്ട് നിങ്ങൾ കേട്ടോ? വേറൊരാളെ കൊണ്ട് കിഷ്ടിക്കുമെന്ന് പറഞ്ഞ് അതിനെ വീണ്ടും തളർത്തിയില്ലേ? അതൊക്കെ കൂടി ആലോചിച്ചപ്പോൾ ഭാവത്തിന് പേടിയായി കാണും. അങ്ങനെ കുഞ്ഞു പിള്ളേരെ മനസ്സറിഞ്ഞ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ? എന്നിട്ട് എല്ലാം കൂടി ഇതിനെ വഴക്കുറഞ്ഞ് ഈ ഗതിയിലാക്കി തന്നപ്പോൾ സമാധാനമായല്ലോ എല്ലാത്തിനും. ഇനി ആ മതവും കെട്ടിപ്പിടിച്ചിരുന്നോ? പാത്തു,
ഉള്ളു കിടന്ന് പിടയ്ക്കുക. അതിന്റെ കൂടെ നീ കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. അകത്ത് കിടക്കുന്ന ഞങ്ങളുടെ ജീവനാടി. മനഃപൂർവ്വം ഞങ്ങൾ അവളെ ഒറ്റപ്പെടുത്തുവോ? സൈനിന് എന്താ പറ്റിയേ? അവൾക്ക് എന്താ പറ്റിയെന്ന്? അവളെന്താ ഹോസ്പിറ്റലിൽ? നിങ്ങളെന്തോ അവളെ ചെയ്തിട്ടുണ്ട്? പറ സഞ്ജു. എന്താ ഇത്? നീ എല്ലാം പറഞ്ഞില്ലേ നിന്നെ കൂട്ടിക്കൊണ്ട് വന്ന? ഇവർക്ക് വേണ്ടി എന്നെ വരെ വേണ്ടാന്ന് വെക്കാൻ റെഡിയായവളാടാ അവള്. അവള് ഇപ്പോൾ ഈ അവസ്ഥയിലാണെങ്കിൽ ഇവരെന്തോ അവളെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവളിങ്ങനെ ചെയ്യൂല, ഉറപ്പാ. എൻ്റെ സൈനുവിന് ഇവരെന്ന് പറഞ്ഞ ജീവനായിരുന്നടാ. അവളാ ഇപ്പോൾ. സഞ്ജു, ഞങ്ങൾ മരിച്ച അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഞങ്ങളവളെ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. പേഷ്യൻ്റെ കൂടെ വന്നത് നിങ്ങളല്ലേ? പേഷ്യൻ്റ് കുറച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോസിറ്റീവ് ബ്ലഡ് വേണം. നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ബ്ലഡ് ഇവിടെ എത്തിക്കണം. പോസിറ്റീവ് ബ്ലഡോ? നമ്മുടെ കൂട്ടത്തിൽ ആർക്കും ഇല്ലല്ലോ. ഫൈസി, എവിടെന്നെങ്കിലും പോസിറ്റീവ് ബ്ലഡ് കൊണ്ട് കൊടുക്കട. സൈനുവിന് എവിടെന്നെങ്കിലും എത്തിക്കട. അഫ്സലിക്ക, എൻ്റെ ശരീരമൊക്കെ അകത്ത് തളർന്നിരിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് നീ ഇവിടെ നിൽക്ക്. സൈനുവിൻ്റെ അടുത്ത് തന്നെ വേണം. ഞാൻ പോയി എവിടെന്നെങ്കിലും ബ്ലഡ് ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് പോസിറ്റീവ് ബ്ലഡാണ്. സൈനുവിന് ഞാൻ കൊടുത്തോളാം. മോനെ, എത്രയും പെട്ടെന്ന് കൊടുക്ക്. ഓളെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചതാ. നിന്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. അവളെ ഞങ്ങൾക്ക് തിരിച്ചതാ. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ സൈനിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ തന്നെ കൊടുക്കും. 50 കോടി താരകം കൊണ്ടൊരു കൊട്ടാരം ഞാൻ പണിയാം. അതിൽ 50,000 സുന്ദരിമാരെ നിൻ തോഴിയാക്കിടാം. ആ കൊട്ടാരക്കെട്ടിലെ ബീവിയായി നിന്നെ ഞാൻ എന്നും ഓമനിക്കാം. ആ കൊട്ടാരക്കെട്ടിലെ ബീവിയായി നിന്നെ ഞാൻ എന്നും ഓമനിക്കാം. സഞ്ജു, ഞാൻ പോവാ. നമുക്ക് മതവും ജാതിയൊന്നും ഇല്ലാത്ത മറ്റൊരു ലോകത്ത് കാണാം. നിനക്ക് വേണ്ടി ഞാനവിടെ കാത്തിരിക്കും. ഈ ലോകത്ത് കാത്തിരിക്കാന്ന് പറഞ്ഞ് നിന്നെ പറ്റിച്ചതിന് ഈ സൈനിനോട് നീ ക്ഷമിക്കില്ലേടാ? സഞ്ജു, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. നീ ഇതേത് ലോകത്താടാ? എവിടെയോ നോക്കി ഒന്നും മിണ്ടാതെ, ടെൻഷൻ അടിക്കാതെ. ഇല്ലടാ, എൻ്റെ മനസ്സ് പറയുന്നു എന്തോ ആപത്ത്. എനിക്ക് അവളൊന്ന് കാണണമെന്നുണ്ട്. അമിതാത്ത, ഞാനിപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. സൈനു ഓളെന്ത് ഭ്രാന്തായി കാണിച്ച്. അതിന് മാത്രം രാത്രി വലിയ പ്രശ്നം ഉണ്ടായോ? ഉപ്പ എന്നോട് ഇപ്പോഴാ കാര്യങ്ങളൊക്കെ പറഞ്ഞ. ശാലു, എനിക്കറിയില്ല. ഡോക്ടർ ഇതുവരെ പുറത്ത് വന്നില്ല. 5 മണിക്കൂറായി എല്ലാം കൂടെ ICUവിൽ. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്കൊന്നും ഉണ്ടാവില്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവളുടെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു കൊടുക്കാം. അവളെ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ സൈനോട് തിരിച്ചു തരണേ. സൈനുവിൻ്റെ വീട്ടുകാരല്ലേ. ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്തു. നിനക്കറിയാലോ, കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിരുന്നു. സോറി, ഞങ്ങൾക്ക് പറ്റിയില്ല. സൈനു, പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ. സഞ്ജു, നമുക്ക് വീട്ടിൽ പോകാൻ. വീട്ടിൽ പോകാനോ? നീ ഡോക്ടർ പറഞ്ഞ് കേട്ടില്ലേ? അവൾ പോയി. ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? എടാ, നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഇല്ല, എനിക്ക് അവളെ കാണണം. അവളുടെ കൂടെ എല്ലാ ചടങ്ങിനും നിൽക്കണം. സഞ്ജു, ഞാൻ എൻ്റെ അച്ഛനെ ഇങ്ങോട്ട് വിളിക്കട്ടെ? ഞാൻ വളർത്തിയ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ. ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ. ഞാൻ വളർത്തിയ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ. ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ. കത്തുമടക്കി തന്നില്ലല്ലോ, കടപ്പുറത്ത് വന്നില്ലല്ലോ. നീയല്ലാതാരുണ്ടെനിക്ക് നിത്യം നിത്യം കത്തെഴുതാൻ. നീയല്ലാതാരുണ്ടെന്നുടെ കുടിലിൽ ഒരു നാൾ കുടിവയ്ക്കാൻ.
ഓ മാമി സഞ്ജു, നീ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അച്ഛന് പേടിയാവുന്നുണ്ട്. അച്ഛൻ്റെ കൂടെ വാ, നമുക്ക് വീട്ടിൽ പോവാം. അച്ഛൻ പേടിക്കണ്ട, അച്ഛൻ പൊക്കോ. ഞാൻ എല്ലാവരും പോയിട്ട് അവളുടെ കൂടെ കുറച്ചേരം ഇരുന്നിട്ട് അങ്ങോട്ടേക്ക് വരാം. സൈനു, നീ ഒറ്റയ്ക്കല്ലേ? നിനക്ക് പേടിയാവും. ഞാനും നിന്നോട് വരട്ടെ. നിന്നെ ഒറ്റയ്ക്കാക്കില്ല എന്ന് ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്തതല്ലേ. ഞാനും നിന്നോട് വരുക. ഓമനിക്കാം ആ കൊട്ടാരക്കെട്ടിലെ ബീവിയായി നിന്നെ ഞാൻ എന്നും ഓമനിക്കാം. ചെമ്പകപ്പൂവേ സുന്ദരിപ്പൂവേ, ചുംബനം നൽകാമോ, എനിക്കൊരു ചുംബനം നൽകാമോ? സുന്ദരിയല്ലേ, സ്വപ്നത്തിലല്ലേ, കൂടെ പോരാമോ, നിനക്കെൻ്റെ കൂട്ടിലുറങ്ങാമോ? രാവുകളിലാ